ബിജിയെ അനുസ്മരിച്ചുകൊണ്ട് കാവ്യാനുഭൂതിയും സംസ്കാര ചരിത്രവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ പുറമേക്ക് ഒരനൗചിത്യം തോന്നാവുന്നതാണ്. ബിജി പ്രത്യക്ഷത്തിൽ ഒരു കവിയോ കാവ്യചിന്തകനോ ആയിരുന്നില്ല. പക്ഷേ എല്ലാ അനുഭൂതികളും വിശാലാർത്ഥത്തിൽ സാംസ്കാരികവും ചരിത്രപരവും രാഷ്ട്രീയവുമായി നിലവിൽ വരുന്നതാണ് എന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നതുകൊണ്ട് കവിതയെക്കുറിച്ചുള്ള ആലോചനയിലും തിരിച്ച് പ്രധാനമായിരിക്കുക അതിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ ഉള്ളടക്കം എന്ത് എന്നത് തന്നെയായിരിക്കും. അനുഭൂതി ഒരു ചരിത്രബന്ധമാണ് എന്ന് നാം പൊതുവെ കരുതാറില്ല. അനുഭൂതികൾ അനുഭവിക്കുന്നവരുടെ സ്വകാര്യ ലോകങ്ങളാണ് എന്നും അതവരുടെ വ്യക്തിഗതവും വൈയക്തികവും സ്വകാര്യവുമായ അനുഭവ മേഖലകളാണ് എന്നും കരുതുന്നതാണ് സാമാന്യമായൊരു രീതി. അതുകൊണ്ട് സ്വകാര്യതയുടെ ഈ ലോകത്ത് ഒറ്റയ്ക്കിരിക്കുകയും സ്വകാര്യതയുടെ ഈ അനുഭൂതി സ്ഥാനങ്ങളെ സ്വാംശീകരിക്കുകയും ചെയ്തുകൊണ്ട് കവിതയിലൂടെ സഞ്ചരിക്കുക, കലയിലൂടെ സഞ്ചരിക്കുക, മറുഭാഗത്ത് സാമൂഹികവും രാഷ്ട്രീയവുമായ പൊതുപ്രശ്നങ്ങളിൽ മറ്റൊരു നിലയിൽ പങ്കുചേരുക എന്നത് ഇതിനെക്കുറിച്ചുള്ള വളരെ പഴയൊരു ധാരണയാണ്. അതായത് വ്യക്തികൾക്ക് സ്വയമേവ സാമൂഹികത ഇല്ലെന്നും വ്യക്തികൾ സാമൂഹികമായി തീരുന്നത് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്നുമാണ് ഈ ധാരണയുടെ ഒരു അടിസ്ഥാനം. ഇത് ആധുനികത ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു തരക്കേടാണ്. ആധുനികതയിലെ പല വലിയ ചിന്തകന്മാരും ഇതിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നാം മറികടന്നു പോന്നിട്ടില്ലാത്ത ഒന്നാണ് മനുഷ്യൻ ഒറ്റയ്ക്കൊരാളാണ് എന്ന തോന്നൽ. ചരിത്രത്തിലെ വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ഓരോരുത്തരും ഒറ്റയ്ക്കൊരാളാണ് എന്ന തോന്നൽ. പക്ഷെ ഇന്നും വളരെ ബലിഷ്ഠമാണ്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റയായ മനുഷ്യനാണ്, ഞാനൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയായ ഞാൻ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതോടെ, സാമൂഹികമായ ജാഗ്രതകളും ഉത്കണ്ഠകളും കൈക്കൊള്ളുന്നതോടെ എനിക്ക് കൈവരുന്ന ഒരു അധിക മൂല്യമാണ് സാമൂഹികത എന്നതാണ് ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരാശയം. അതുകൊണ്ട് വ്യക്തികൾക്ക് സാമൂഹ്യ ബോധം വേണം എന്ന് നാം പൊതുവെ പറയാറുണ്ട്. വാസ്തവത്തിൽ സാമൂഹികത എന്നത് ഒരു വ്യക്തി പിന്നീട് ആർജിച്ചെടുക്കുന്ന ഒരു വിശേഷ ഗുണമല്ല, ഒരു വ്യക്തിയിൽ നിലീനമായിരിക്കുന്ന മാനുഷികതയുടെ അടിസ്ഥാന ഭാവമാണ്. ഒരർത്ഥത്തിൽ അത് ഭാഷയാണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് സാമൂഹികത സ്വയമേവ കൈവരുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യർ ഭാഷയിൽ ജീവിക്കുന്നവരാണ് എന്നതുകൊണ്ടാണ്. ഭാഷ എപ്പോഴും അപരത്തിലേക്ക് തുറന്നിരിക്കുന്നു. എനിക്ക് മാത്രമായിട്ടൊരു ഭാഷയില്ല, നിങ്ങൾക്ക് മാത്രമായിട്ടും ഒരു ഭാഷയില്ല. ഭാഷ എൻ്റെ ഉള്ളിലെ ഒരു സത്തയുടെ പേരല്ല, നിങ്ങളുടെ ഉള്ളിലെ ഒരു സത്തയുടെ പേരല്ല, നമുക്കിടയിലെ ഒരു ഉടമ്പടിയുടെ പേരാണ്. അതുകൊണ്ട് എനിക്ക് പുറത്തുള്ള ഒരു ലോകവുമായി ഞാൻ നടത്തുന്ന വിനിമയങ്ങളുടെ ഒരു മാധ്യസ്ഥമാണ് ഭാഷ. ഈ ഭാഷയിലാണ് ഞാൻ എന്നെയും അറിയുന്നത്. എൻ്റെ ആത്മം, എൻ്റെ പ്രണയം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ അനുഭവ ലോകങ്ങൾ, സങ്കടങ്ങൾ സർവ്വതും ഞാൻ ഈ ഭാഷയിലൂടെയാണ് എന്നിലേക്ക് ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് ഹൈദഗറെ പോലെയുള്ള ഒരു വലിയ ചിന്തകൻ, മഹാനായ ഒരു ചിന്തകൻ, ഭാഷയാണ് ഉണ്മയുടെ പാർപ്പിടം എന്ന് പറഞ്ഞത്. ലാംഗ്വേജ് ഇസ് ദ ഹൗസ് ഓഫ് ബീയിങ്. എൻ്റെ ഉണ്മയുടെ പാർപ്പിടം, ആകരമായിരിക്കുന്നത് ഭാഷയാണ്. ഈ ഭാഷയാകട്ടെ എന്നിലല്ല, അപരത്തിലാണ്, നിങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് പുറത്തുള്ള ഒരു ലോകവുമായി, എനിക്ക് പുറത്തുള്ള അനേക കോടി മനുഷ്യരുമായി ഞാൻ പുലർത്തുന്ന ഭാവനാത്മകമായ ബന്ധമാണ് എൻ്റെ ഉണ്മയുടെ ആധാര തത്വം എന്നതാണ് മനുഷ്യാവസ്ഥയെ സാമൂഹികമാക്കുന്നത്, അതിൽ തന്നെ നൈതികമാക്കുന്നത്. കാരണം നിങ്ങളിൽ മാത്രം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒന്നാണ് എൻ്റെ ഉണ്മ എന്ന് വരുമ്പോൾ, നിങ്ങളിലൂടെ മാത്രം വരുന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് വരുന്നതോടെ നിങ്ങൾ എന്നത് എനിക്ക് പുറത്തുള്ള ഒന്നല്ല, നിങ്ങൾ എന്നത് ഞാനായി തുടരുന്ന അഥവാ ഞാനെന്ന അനുഭവത്തെ സാധ്യമാക്കുന്ന അതിൻ്റെ അനിവാര്യമായ അടിസ്ഥാന തത്വമാണ് എന്ന് വരുന്നു. അതുകൊണ്ടാണ് ഭാഷ പ്രധാനമായി തീരുന്നത്. ഭാഷ ഒരു ഉപകരണ സാമഗ്രിയല്ല. എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ കടയിൽ പോയി വാങ്ങാനായിട്ടും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കാനായിട്ടും
എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നടത്തി തീർക്കാനും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരല്ല ഭാഷ എന്നത്, മറിച്ച് എന്നെ സാധ്യമാക്കുന്ന അനുഭവസ്ഥാനം ഭാഷയാണ്. ഈ ഭാഷ സാമൂഹികമാണ്. ഈ ഭാഷ സത്താപരമല്ല. ഈ ഭാഷ സാമൂഹികമാണ്. ഈ ഭാഷ ഉടമ്പടികളാണ്. ഈ ഉടമ്പടികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭാഷയുടെ ഉള്ളടക്കം മാറും, അതോടെ നമ്മുടെ അർത്ഥബോധം മാറും, നമ്മുടെ അനുഭവ ലോകങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് വാക്ക് ചരിത്രത്തിൽ പലതായി ജീവിക്കുകയും ആ പല ജീവിത സ്ഥാനങ്ങളിൽ അത് പലതരം അർത്ഥങ്ങൾ ഉളവാക്കുകയും ഈ അർത്ഥം എന്നത് ഭാഷയെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയോ ഒരുപക്ഷെ സന്നിഗ്ധമാക്കുകയോ ചെയ്യുന്നു. ഭാഷയുടെ പുതുക്കൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭാഷയുടെ ഉറപ്പില്ലായ്മയാണ്. വലിയ കവികൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കവികളൊക്കെ ഏറിയും കുറഞ്ഞും ഈ ഭാഷയുടെ ഉറപ്പില്ലായ്മയെ കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഭാഷ ഇത് അപൂർണം എന്നത് ആശാന്റെ മാത്രം ഒരു പ്രശ്നമല്ല, മിക്കവാറും എല്ലാ വലിയ കവികളുടെയും പ്രശ്നമാണ്. അർത്ഥശങ്ക വാക്കിലുള്ളതല്ല, അർത്ഥശങ്ക ഭാഷയുടെ അടിസ്ഥാനപരമായ ഒരു പ്രകൃതമാണ്. വലിയ കവികളൊക്കെ അതിൽ പോയി മുട്ടും. വള്ളത്തോളിനെ പോലെ ഒരാൾ എന്തുകൊണ്ട് എനിക്ക് ഏകീല വാക്കൊന്നും ബന്ധുരം തവ രൂപം വിവരിക്കാൻ എന്ന് തുടങ്ങുന്നു. നമ്മുടെ പിതാവ് തന്നെ, ഭാഷാ പിതാവെന്ന് സങ്കല്പിക്കപ്പെടുന്ന എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. തോന്നണം എന്നാണ്, അങ്ങനെ തോന്നുന്നില്ല പലപ്പോഴും. എനിക്ക് ഭാഷയ്ക്ക് ഒട്ടും കുറവില്ല എന്ന് കരുതിയ ഒരേ ഒരാളെ മലയാളത്തിലുള്ളൂ, അത് കുഞ്ചൻ നമ്പ്യാരാണ്. നമ്പ്യാർക്ക് അങ്ങനെ ഒരു തോന്നലായിരുന്നു. നമ്പ്യാർ പറഞ്ഞത്, പാൽക്കടൽ തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളെ നാക്കിലങ്ങൊരു നൃത്തമാണ്, ഒരു ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ എന്നാണ്. അത് നമ്പ്യാരുടെ ഒരു പ്രത്യേക സിദ്ധിയാണ്. തന്നെ വിമർശിക്കുന്നവർക്ക് വേണ്ടത്ര വിവരം ഉണ്ടാവണം, അല്ലാത്തവർ വിമർശിക്കരുത് എന്ന് ആദ്യം പറഞ്ഞ ഒരാളാണ് ഈ നമ്പ്യാര്. അതെ, അറിയാത്ത മഹാമൂഢൻ തെറിവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞു കാലൊടിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിനെല്ലാരും എന്നാണ് നമ്പ്യാരുടെ പഴയ താക്കീത്. ഇന്ന് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിരൂപണം ഇത്ര സമൃദ്ധമായിട്ട് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കാലൊടിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഭാഷയിലാണ് മനുഷ്യാവസ്ഥ സാധ്യമാകുന്നത് എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ഒരു ഭാവനാത്മക ജീവിതമാണ് ജീവിക്കുന്നത്. ആ ഭാവനാത്മകതയുടെ പേരാണ് സാമൂഹികത. നാം ഇതിനെയൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ടാണ് മനസ്സിലാക്കുക. ഭാവനാത്മകത എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്വകാര്യമായ ഏതോ ഒരു ഭാവനയുടെ പ്രശ്നമാണെന്നും, സാമൂഹികത എന്നത് നമ്മളിങ്ങനെ വട്ടം കൂടിയിരിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു സാധനത്തിന്റെ പേരാണ് എന്നുമൊക്കെ തെറ്റായി ധരിച്ചിട്ടാണ് നാം ദീർഘകാലമായിട്ട് ജീവിച്ചു പോരുന്നത്. വാസ്തവത്തിൽ മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് ഭാഷാപരാണ്. ഭാഷ എന്നത് ഭാവനാത്മകാണ്. ഈ ഭാവനാത്മകതയാണ് അതിന്റെ സാമൂഹികത. വാസ്തവത്തിൽ വാക്കിന്റെ അർത്ഥം ഭാവനാപരമാണ്. വാക്കിന്റെ നേരായ അർത്ഥത്തിലേക്ക് മാത്രമേ നിങ്ങളുടെ കണ്ണ് ചെല്ലുന്നുള്ളൂ എങ്കിൽ, അഥവാ വാക്കിന് അതിന്റെ നേരായ അർത്ഥം മാത്രമേ ഉള്ളൂ എങ്കിൽ മിക്കവാറും നാം സംസാരിക്കുന്നതൊക്കെ ഫലിതായി തീരും. അങ്ങനെയാണ് VKM ഫലിതുണ്ടാക്കിയത്. VKMന്റെ എഴുത്തില് ഭാഷ പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രകടമായ അർത്ഥത്തിലാണ്. പ്രകടമായ അർത്ഥത്തിൽ ഭാഷ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ഭാഷയിൽ പരിഹാസം ജനിച്ചു തുടങ്ങും. അത് VKM അറിയാം. അതുകൊണ്ടാണ് VKM ഒരു സന്ദർഭത്തിൽ പറയും, കിഴക്ക് വെള്ള കീറുന്ന ഒച്ച കേട്ട് നാണ്ണുവാരി ഞെട്ടി എഴുന്നേറ്റു എന്ന് പറയും. അതാണ്, വെള്ള കീറുകയാണല്ലോ, അപ്പൊ ഒച്ച കേൾക്കണമല്ലോ. ഓർമ്മകൾ ഓർക്കാപ്പുറത്തൊരു കാറിൽ വന്നിറങ്ങി എന്നാണ്. കള്ളൻ ഓട് വിളിച്ചിട്ട് കമ്പിയില്ല കമ്പി വഴി താഴേക്ക് ഇറങ്ങി എന്നാണ്. ഇങ്ങനെ ഇത് VKM മാത്രമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഭാവനാത്മകമായിട്ടാണ് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത്. യോഗം പിരിച്ചുവിട്ടു എന്നതിന്റെ അർത്ഥം പിരിച്ചുവിട്ടു എന്നല്ല. അയാൾ മടങ്ങിപ്പോയി എന്നുള്ളതിന്റെ അർത്ഥം മടങ്ങിപ്പോയി എന്നല്ല. മടങ്ങിപ്പോവുക എന്നുള്ളതിന് തിരിച്ചു പോകാന്നൊരർത്ഥമുണ്ട്, മടങ്ങിപ്പോകാന്നൊരർത്ഥമുണ്ട്. വൈലോപ്പിള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വൈലോപ്പിള്ളി ഒരു വാക്കെടുത്താൽ ആ വാക്കിന് അപ്പുറത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിൽ കൂടി സഞ്ചരിക്കും. മലതുരക്കെല്ലാം അങ്ങനെയാണ്. അച്ഛനും മകനും മല തുരന്ന് വരുന്നു. അടുത്തെത്തിയപ്പോ അച്ഛൻ വിളിച്ചു ചോദിച്ചു, മകൻ വിളിച്ചു ചോദിക്കുകയാണ്, അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? അപ്പൊ മകന്റെ മറുപടി, അപ്പനെ എനിക്ക് അപ്പലായി കേൾക്കാം. അച്ഛൻ മോനെ വിളിക്കുന്നത് അപ്പനാണ്, മകൻ അച്ഛനെ വിളിക്കുന്നതും അപ്പനാണ്. എല്ലാ അപ്പനും അപ്പനല്ല എന്നാണ് അതിന്റെ ഒരർത്ഥം. അങ്ങനെ വൈലോപ്പിള്ളിക്ക് നന്നായിട്ട് അറിയാം. കണ്ണീർപ്പാടം തുടങ്ങുമ്പോ ബസ് വന്നുപോയി ദൂരാലിരമ്പം കേൾപ്പു, വേഷം വിസ്തരിച്ചത് പോരും അമ്പലത്തിലേക്കല്ലേ, പിന്നെയും ചന്തം ചാർത്തി തങ്ങി നീ ഭദ്രേ. ഭദ്രേ എന്നൊക്കെ വിളിക്കണ്ടെങ്കിലും കുത്തുവാക്കാണ് കേട്ടോ, അതാണല്ലോ ദാമ്പത്യം. പിന്നെയും ചന്തം ചാർത്തി തങ്ങി നീ ഭദ്രേ, ബസ് വന്നു പോയി സവിഷാദം നിന്നു നാം ആലും ചോട്ടെ. ഒരു കോമിട്ട് അതിന്റെ വിപരീതാക്കും. അതാണ്, ബസ് വന്നു പോയി എന്നല്ല, ബസ് വന്നിട്ട് പോയി എന്നാണ്.
കുട്ടിത്തേവാങ്ക് എന്ന കവിതയില് എഴുതുന്നുണ്ട്, പതിക്കാതിരിക്കട്ടെ ഭാനുമൽക്കരങ്ങളും. ഭാനുമതി അമ്മ ഭാര്യയുടെ പേരാണേ. അതാണ് പതിക്കാതിരിക്കട്ടെ ഭാനുമത്കരങ്ങളും. വെലുപ്പിലുടനീളം അങ്ങനെയാ. വടക്കേച്ചിറയെ കുറിച്ച് എഴുതുന്നുണ്ട്. തൃശ്ശൂരെ സ്റ്റാൻഡിനപ്പുറത്തുള്ള വടക്കേച്ചിറയുണ്ടല്ലോ, പണ്ടാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും, ഇന്നാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും. ഒരു വാക്ക് ആ വാക്കായി മാത്രം നിൽക്കുന്നില്ല, ഒരു പ്രയോഗം ആ പ്രയോഗമായി നിൽക്കുന്നില്ല. മിക്കവാറും എല്ലാ വാക്കിലും അതിന്റെ വിപരീതം കൂടിയുണ്ട്. അതാണ് ഗോവിന്ദൻ വാക്കേ വാക്കേ കൂടെ വിടെ എന്ന് ചോദിക്കുന്നത്. വാക്ക് പലയിടങ്ങളിൽ കൂടുകൂട്ടിയിട്ട് പല കൂടുകളിൽ മുട്ടയിട്ടിട്ട് പലതായി വിരിയുന്നു. അത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല. ഇത് ചരിത്രം പ്രവർത്തിച്ചുണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് നാം ഒരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത്, ഒരു അനുഭവത്തിലേക്ക് നാം ആ വാക്കുവഴി കടന്നു ചെല്ലുന്ന സമയത്ത് വാസ്തവത്തിൽ ചരിത്രം പിന്നാമ്പുറത്ത് അലയടിക്കുന്നുണ്ട് എന്ന് നാം ഓർക്കണമെന്നില്ല. പക്ഷേ വാക്കിന്റെ ജീവിത യാഥാർത്ഥ്യം അപ്പറഞ്ഞതാ. ഇങ്ങനെ അകമേ നിന്ന് ഇരമ്പിയാർക്കുന്ന ചരിത്ര പ്രവാഹങ്ങളുടെ വലിയ ശബ്ദഘോഷങ്ങളാണ് ഓരോ വാക്കിലും എരമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഭാഷയെ അതിൽ തന്നെ സാമൂഹികമാക്കി തീർക്കുന്ന ഒരു ഘടകം. അതല്ലാതെ ഭാഷയിൽ തെളിഞ്ഞു വരുന്ന, ഭാഷയിലൂടെ നിങ്ങൾ വിളിച്ചു പറയുന്ന ആശയങ്ങളാണ് സാമൂഹികം. ഭാഷ സാമൂഹികമല്ല എന്ന് കരുതരുത്. നിങ്ങളൊരു പ്രകടനത്തിൽ ചേർന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴാണ് സാമൂഹ്യ ബോധം വരുന്നത്, സാമൂഹികമായിരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ വ്യക്തിയാണ് എന്ന് കരുതരുത്. ഒറ്റയ്ക്കിരിക്കുന്ന നിങ്ങളും വ്യക്തികളല്ല, സമൂഹ ബന്ധങ്ങളാണ്. മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നത് പഴയൊരാശയാണ്. അത് ഈ നിലയിലാണ്. ഒരു സമൂഹ ബന്ധങ്ങളുടെ സമുച്ചയാണ് മനുഷ്യൻ. അത് ഭാഷ കൊണ്ട് കൈവരുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോഴാണ്, അഥവാ നമുക്കിടയിലെ ഒരു എഗ്രിമെന്റ് ആയി, ഒരു ഉടമ്പടിയായി ഒരു വാക്ക് നിൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ ആ വാക്കിന് അർത്ഥം ഉണ്ടാവുന്നത്. ഈ അർത്ഥമാണ് നമ്മുടെ ലോകബോധം. ദൈവമായും പിശാചായും പ്രണയമായും മരണമായും സ്നേഹമായും വിദ്വേഷമായും ഒക്കെ നാം ജീവിതത്തെ അനുഭവിക്കുന്നത് ഈ അർത്ഥബോധത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് പറയുക, ഈ ഭാഷയില്ലെങ്കിൽ, വാക്കില്ലെങ്കിൽ ലോകം ഇരുളാണ്ട് പോയേനെ എന്ന് ദണ്ഡി പറയുന്നുണ്ട്, ആചാര്യ ദണ്ഡി. ഈ ലോകം മുഴുവൻ ഇതമന്ത സമകൃത്നം ജായതേ ഭുവനത്രയം എന്ന് പറയും. ഈ മൂന്ന് ലോകവും ഇരുണ്ടുപോകും വാക്കില്ലെങ്കിൽ. നാമരൂപങ്ങൾ കൊണ്ട് തെളിയിച്ചെടുക്കാനായില്ലെങ്കിൽ, ഇത് കസേരയെന്ന്, ഇത് മേശയെന്ന്, ഇത് വെളിച്ചമെന്ന്, ഇത് ഇരുട്ടെന്ന്, ഇത് പ്രണയമെന്ന്, ഇത് മരണമെന്ന് നാം വാക്കുകൊണ്ട് തെളിയിച്ചെടുത്തില്ലെങ്കിൽ ജീവിതമില്ല. അതുകൊണ്ട് വാക്കിൽ തെളിഞ്ഞതാണ് ജീവിതം എന്നത് വാക്കിനെ കുറിച്ചുള്ള, ഭാഷയെക്കുറിച്ചുള്ള വലിയ ആശയങ്ങളിലൊന്നാണ്. അത്രയും ആശയങ്ങൾ ചേർത്തിട്ടാണ് ഹൈദഗർ ചെറിയൊരു വാക്യം പറഞ്ഞത്, ലാംഗ്വേജ് ഇസ് ദ ഹൗസ് ഓഫ് ബീയിങ്. ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ. ഈ ഭാഷയില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയിൽ അർത്ഥബന്ധങ്ങൾ, ജീവിത വ്യവഹാരങ്ങൾ നിരന്തരം ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭാഷയിൽ ജീവിക്കുന്ന ഒരാൾ, ഭാഷയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അതൊരു കവിയാവട്ടെ, നാട്ടുമ്പുറത്തൊരു സാധാരണ മനുഷ്യനാകട്ടെ, ഭാഷയിൽ പ്രവർത്തിക്കുമ്പോൾ അയാൾ ചരിത്രത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രപരമായി നിലവിൽ വന്ന അർത്ഥാനുഭവങ്ങളുടെ സവിശേഷമായ ക്രമീകരണമാണ് കാവ്യാനുഭൂതിയായും രൂപപ്പെട്ടു വരുന്നത്. അല്ലാതെ കവിതയ്ക്കകത്തു നിന്ന് മാത്രം ഉടലെടുത്തു വരുന്നതല്ല. അതുകൊണ്ടാണ് 20ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു പോയട്രി, ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് ഔട്ട് ഓഫ് പോയട്രി, ആൻഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് പോയട്രി യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ സൊസൈറ്റി എന്ന് പറയും. കവിതയ്ക്കകത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കവിതയിൽ നിന്ന് പുറത്ത് കിടക്കണം. കവിതയ്ക്ക് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ജീവിത ബന്ധങ്ങൾക്കകത്ത് നിൽക്കലാണ് എന്നാണ്. ഇത് തിരിഞ്ഞു വരലാണ്. ഈ ജീവിത ബന്ധങ്ങളിൽ നിന്നാണ് വാക്കുണ്ടാവുന്നത്. ഈ വാക്കുകൊണ്ടാണ് നിങ്ങൾ കവിത ചമയ്ക്കുന്നത്. ആ കവിതയിലാണ് അനുഭൂതിയുള്ളത്. അതുകൊണ്ട് അനുഭൂതിയുടെ ഈ ആകത്തുക ജീവിത ബന്ധങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു. മറ്റൊരു നിലയ്ക്കാണ് തെളിഞ്ഞു വരുന്നത്, പക്ഷെ പുറപ്പെട്ടത് അവിടെ നിന്നാണ്. ഈ പുറപ്പെട്ടിടം കണ്ടെത്തലാണ് സാമാന്യമായി പറഞ്ഞാൽ അനുഭൂതിയുടെ ചരിത്രപരത എന്ന് പറയുന്നത്. എല്ലാ അനുഭവങ്ങളും വിശാലാർത്ഥത്തിൽ ചരിത്രപരാണ്. നാം സ്വകാര്യം എന്ന് കരുതുന്ന അനുഭവസ്ഥാനങ്ങളും വാസ്തവത്തിൽ ചരിത്രപരാണ്. കുമാരനാശാൻ വീണപൂവില് പൂവിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ സവിശേഷമായ ഒരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്. പൂവിന് വലിയ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആശാൻ പറയും, അത് സാധാരണ നിലയ്ക്കുള്ള ഭംഗിയല്ല, മറിച്ച് വിശേഷ മൂല്യമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ജാതാനുരാഗം ഒരുവന്റെ മിഴുക്കി വേദ്യം ഏതോ വിശേഷ സുഭഗത്വവും ആർന്നിരിക്കാം എന്ന് പറയും. അനുരാഗിയായ ഒരാളുടെ കണ്ണുകളിൽ മാത്രം തെളിയുന്ന മട്ടിൽ വിശേഷ ഭംഗിയുള്ളതാണ് ഈ പൂവ്.
അതുകൊണ്ട് പൂവിനൊരു ഭംഗിയുണ്ട് എന്നല്ല, ആ ഭംഗി നിങ്ങൾ നോക്കിയാൽ കാണൂല. ഞാൻ നോക്കുമ്പോൾ മാത്രം കാണും. കാരണം ഞാനൊരു അനുരാഗിയാണ്. പുതിയൊരു ആത്മം നിലവിൽ വരിക, അതായത് ഞാൻ എന്ന പുതിയൊരു ആത്മസ്ഥാനം നിലവിൽ വരികയും ഞാൻ ഒറ്റയ്ക്കൊരാളായി തീരുകയും അനന്യമായ ഒരു അനുഭവസ്ഥാനമായിട്ട് ഞാൻ മാറുകയും ആ ഞാൻ പൂവിലേക്ക് നോക്കുമ്പോൾ അതിന് പ്രത്യേക ഭംഗി വരുന്നു. ആധുനികത ചെയ്ത വരുത്തിയ വലിയ മാറ്റങ്ങളിലൊന്ന് മനുഷ്യനെ പറ്റത്തിലൊരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാളാക്കി മാറ്റി. അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് വിളിക്കുന്നത്, വ്യക്തി. അതിനു മുമ്പ് മനുഷ്യർ പറ്റങ്ങളാണ്. പറ്റത്തിലൊരാളാകുമ്പോൾ അനന്യതയില്ല, ഒറ്റയ്ക്കൊരാളാകുമ്പോൾ അനന്യതയുണ്ട്. ഇങ്ങനെ അനന്യനാണ് മനുഷ്യൻ എന്ന് കരുതാൻ തുടങ്ങിയതോടെയാണ് ഞാൻ എഴുതുന്നത് കവിതയുടെ ഉടമ ഞാനാണ് എന്ന് തോന്നി തുടങ്ങുക. അതിനു മുമ്പ് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് മുമ്പ് കവിത എഴുതിയിട്ട് കാശ് വാങ്ങിയിട്ടുമില്ല. ആദ്യകാലത്ത് കവിത എഴുതി കാശ് വാങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോ വെൺമണി മഹന് ദേഷ്യം വരികയാണ് ചെയ്തത്. വെൺമണി മഹന് ഇഷ്ടായില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് കവനത്തിന് കാശ് വേണമ്പോൾ ശിവനെ സാഹിത്യത്തെ വിടിശിയോ എന്നാണ്. കവിത എഴുതി കാശ് മേടിക്കുന്നത് ഒരു തെമ്മാടിത്തല്ലേ, ഒരു മര്യാദകേടല്ലേ, ഒരു വ്യഭിചാരല്ലേ എന്നായിരുന്നു വെൺമണി മഹന്റെ ഒരു സംശയം. വള്ളത്തോളിന്റെ കാലമായപ്പോഴേക്കും സംശയമൊക്കെ മാറി. വള്ളത്തോള് ഒരു വാക്കിന് 5 പൈസ എന്ന നിലയ്ക്കാണ് കവിതയ്ക്ക് വില മേടിച്ചിരുന്നത്. അതുകൊണ്ട് മാതൃഭൂമിക്ക് കവിത അയച്ചു കൊടുക്കും. മാതൃഭൂമി 5 രൂപ മടക്കത്തപാലിൽ അയച്ചു കൊടുക്കും. പിറ്റേ ആഴ്ച വള്ളത്തോള് കത്തെഴുതും, ഞാൻ എഴുതിയ കവിതയിൽ ഇത്ര വാക്കുണ്ട്, വാക്കിന് 5 പൈസ എന്നുള്ള നിലയ്ക്ക് 6 രൂപ 35 പൈസയാണ് കവിതയുടെ വില. 5 രൂപ കഴിച്ച് 1 രൂപ 35 പൈസ അടുത്ത തപാലിൽ അയച്ചു തരണം എന്നാണ് വള്ളത്തോള് കത്തെഴുതിയിരുന്നത്. കാരണം ഞാനൊരു വാക്ക് എഴുതുന്നതോടെ അതൊരു വിശേഷ മൂല്യമുള്ള വാക്കായി തീരുന്നു എന്നതൊരു പുതിയ കാഴ്ചയാണ്. അച്ഛനും മകളും എന്നാണ് എഴുതിയത്, അതിന് 10 പൈസയായി. അച്ഛനും മകളും വള്ളത്തോള് കണ്ടുപിടിച്ചതല്ല. ശിഷ്യനും മകനും എഴുതിയാലും 10 പൈസയാണ്. എന്തെഴുതിയാലും കാശാണ്. കാരണം ഞാൻ എഴുതുമ്പോൾ എന്റെ പോയറ്റിക് ജീനിയസ് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അത് പുതിയ ഒന്നായി തീരുന്നു എന്നാണ്. 2 വാക്കുകൾ ചേർന്നാൽ നക്ഷത്രം ഉണ്ടാവുന്നതാണ് നമ്മുടെ പഴയ കവി പറഞ്ഞത്. എന്തായോന്ന് എനിക്കറിഞ്ഞൂടാ, എന്തായാലും കാശ് ഒരുപാട് കിട്ടി. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നാണല്ലോ ചങ്ങമ്പുഴയുടെ പേര് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന വാക്കിൽ എന്റെ പ്രതിഭ അടങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിനൊരു വിശേഷ മൂല്യമുണ്ടെന്നും പഴയ കവികൾ കരുതിയിരുന്നില്ല, പഴയ വരക്കാർ കരുതിയിരുന്നില്ല. അതുകൊണ്ട് പണ്ട് വരച്ചിട്ട് അടിയിൽ ഒപ്പിടില്ല. നിങ്ങൾ നോക്കിയാൽ ഗജേന്ദ്രമോക്ഷത്തിന്റെ താഴെ ഒപ്പിട്ടിട്ടില്ല. കൃഷ്ണപുരം കൊട്ടാരത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. താഴെ ഒപ്പിട്ടിട്ടില്ല. രവിവർമ്മ വരച്ചതിന്റെ അടിയിൽ ഒപ്പുണ്ട്. കാരണം എന്റെ ചിത്രമാണ്. ഇതാ നടരാജ വിഗ്രഹം ആരുണ്ടാക്കിയതാണെന്ന് നമുക്കറിഞ്ഞൂടാ. ലോകത്തെ ഏറ്റവും വലിയ ശില്പവിദ്യ നടരാജനാണ് എന്നാണ് റോഡിൻ പറയുന്നത്. റോഡിനാണ് 20-ാം നൂറ്റാണ്ടിലെ വലിയ ശില്പി. അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെ ശില്പഭാവനയുടെ ഏറ്റവും വലിയ ആവിഷ്കാരം നടരാജനാണെന്നാണ്. പക്ഷെ നടരാജൻ ആരുണ്ടാക്കിയെന്ന് നമുക്കറിഞ്ഞൂടാ. ഉണ്ടാക്കിയ ഒരാളില്ലാഞ്ഞിട്ടല്ല, ഉണ്ടാക്കിയ ആരും ഞാനാണത് ഉണ്ടാക്കിയത് എന്ന് കരുതാത്തത് കൊണ്ടാണ്. കാരണം മനുഷ്യൻ ഒറ്റയ്ക്കൊരാളല്ല, മനുഷ്യൻ പറ്റത്തിലൊരാളാണ്. പറ്റത്തിലൊരാളാണെങ്കിൽ പിന്നെ പ്രണയില്ല. കാരണം ഞാൻ പറ്റത്തിലൊരാളാണെങ്കിൽ, നീയും പറ്റത്തിലൊരാളാണെങ്കിൽ എനിക്കും നിനക്കും ഇടക്ക് വിശേഷ ബന്ധങ്ങളൊന്നുമില്ല. അതൊരു പറ്റബോധാണ്. മറിച്ച് ഞാൻ ഒറ്റയ്ക്കൊരാളാണ്, നീയും ഒറ്റയ്ക്കൊരാളാണെങ്കിൽ നമുക്കിടയിലെ അനന്യമായ അനുഭവത്തിന്റെ പേരാണ് അനുരാഗം. അതുകൊണ്ടാണ് വിജയൻ മാഷ് പറയണത് കുമാരനാശാൻ കണ്ടുപിടിച്ചതാണ് മലയാളത്തിൽ പ്രണയം എന്നത്. കാരണം ഇതൊരു ആധുനികതയുടെ സന്ദർഭമുണ്ട്. ആധുനികതയുടെ സന്ദർഭത്തിൽ വ്യക്തി ഒരു സ്വയം പര്യാപ്ത സ്ഥാനമായിട്ട് മാറുന്നു. ഈ സ്വയം പര്യാപ്ത സ്ഥാനമായി തീർന്ന ബഹളത്തിന്റെ ഇടയ്ക്ക് പ്രസംഗിച്ചൊരു ശീലമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചെയ്യണ പണിക്ക് ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുള്ളതുകൊണ്ട് ആണ്. വ്യക്തി ഒറ്റയ്ക്കൊരാളായി തീരുന്നു എന്ന് കരുതിയിട്ട് ഈ ഒറ്റയ്ക്കൊരാളായി തീർന്ന മനുഷ്യന്റെ സവിശേഷമായ ആത്മബന്ധമായി മറ്റൊരു അനന്യ വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ ആവിഷ്കാരമായി പ്രണയത്തെ കാണുകയാണ് ആശാൻ ചെയ്തത്. അതുകൊണ്ട് അനുരാഗം ആശാനെ സംബന്ധിച്ച് എല്ലാറ്റിനെയും അതിവർത്തിച്ചു പോകുന്ന ഒന്നായി തീർന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ആശാൻ അനുരാഗത്തിലേക്ക് പിന്നെയും പിന്നെയും പോയത്? കാരണം ആശാൻ അനുരാഗം എന്നുള്ളത് രണ്ടുപേർക്കിടയിലെ സ്നേഹബന്ധത്തിന്റെ പേരല്ല, ഈ അനന്യമായ അനുഭവ സ്ഥാനത്തിലേക്ക് ജാതിബന്ധങ്ങളെ, മതത്തെ, സാമൂഹിക
ഭേദങ്ങളെ ഒക്കെ അഭിവർത്തിച്ചു പോകുന്ന ഒരാദർശ സ്ഥാനമായി അനുരാഗം ഭാവന ചെയ്യപ്പെട്ടു. ഈ ആദർശ സ്ഥാനത്തേക്കാണ് ആശാൻ ചെന്നു കയറിയത്. അതുകൊണ്ടാണ് ആശാൻ ഈ അനുരാഗം ഏറെ പേർക്കൊന്നും ഇല്ല, സാധ്യമല്ല എന്ന് തന്നെ പറഞ്ഞല്ലോ. അറിവിൽ അനുരാഗം ഏറെയാൾ അറിവോർ തെറ്റിടും ഒക്കെ ഒക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാ സഖി ഭാഗ്യശാലികൾ. രണ്ടാളുകൾക്ക് തമ്മിൽ പ്രേമുണ്ടായില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഈ ആദർശം എന്ന് ആശാൻ കരുതുന്ന ഒരനുരാഗം ചരിത്രത്തിൽ ലഭ്യമാകുന്നില്ല. ജാതിഭേദങ്ങളില്ലാത്ത, മതദ്വേഷങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവ സ്ഥാനമായിരുന്നു ആശാന് അനുരാഗം. അത് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ആശാൻ കവിതയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാന്റെ ചിന്താവിഷ്ടയായ ചണ്ടാലഭിക്ഷകയും അതുപോലെ ദുരവസ്ഥയും ഒക്കെ സാമൂഹിക മൂല്യമുള്ള കൃതികളാണ്. കാരണം ജാതി വിമർശനാണ്. അതേസമയം ആശാന്റെ ലീലയും നളിനിയും മറ്റുമൊക്കെ പ്രണയകാവ്യങ്ങളാണ് എന്ന് പൊതുവെ പറയും. ഇങ്ങനെ പറയുന്നതിനുള്ള ഒരു തരക്കേട്, പ്രണയം എന്ന് പറയുന്നതിന് ചരിത്രപരമോ സാമൂഹികമോ ആയ ഉള്ളടക്കമില്ല എന്ന് കരുതലാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, ഇപ്പൊ ആശാന്റെ പ്രണയത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ചില വിശേഷങ്ങളൊക്കെ കാണാം. ആശാൻ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, മാംസബദ്ധമല്ല രാഗം എന്ന് പറയും. അനുരാഗത്തിന് ശരീരമില്ല. എന്തുകൊണ്ട് അനുരാഗത്തിന് ശരീരമില്ല? നമുക്കുള്ള പഴയൊരു ഉത്തരം നാരായണഗുരുവിന്റെ ഒരു പിടിയുള്ളത് കൊണ്ടാണെന്നാണ്. നാരായണഗുരു പുറയിലുണ്ടല്ലോ, സന്യാസിയാണല്ലോ. ചിന്നസ്വാമി എന്നാണ് ഒരു കാലം വരെ ആശാൻ അറിയപ്പെട്ടിരുന്നത് തന്നെ. ചെറുപ്പകാലത്തൊക്കെ വലിയ വൈരാഗ്യമായിരുന്നു കേട്ടോ. അത് സന്യാസിമാരുടെ ഒരു സ്വഭാവമാണ്. ചെറുപ്പകാലത്തൊക്കെ വൈരാഗ്യമായിരിക്കും, വയസ്സാകുമ്പോഴാണ് പ്രേമം വരിക. അത് ആശാൻ മാത്രമല്ല, ഭർത്തൃഹരി അങ്ങനെയായിരുന്നു. ഭർത്തൃഹരി ആദ്യം എഴുതിയത് നീതിശതകം, അല്ല വൈരാഗ്യ ശതകം. മധ്യവയസ്സായപ്പോ നീതിശതകം, വയസ്സായി കഴിഞ്ഞപ്പോ ശൃംഗാര ശതകം. അതുകൊണ്ട് എൻ വി കൃഷ്ണനായർക്ക് ഒരു ഗുണമുണ്ടായി. കവിത എഴുതിയപ്പോ ശൃംഗാര ശതകത്തിൽ നിന്ന് വേണ്ടത്ര ഉദ്ധരിക്കുന്നുണ്ട്. മദ്രാശിയിലൊരു സായാഹ്ന കാമുകന്മാര് ചേർന്ന് പോകുമ്പോ മനസ്സിൽ എന്ത് തോന്നിയെന്ന് വാര്യര് നേരിട്ട് പറയില്ല. അദർശനേ ദർശന മാത്രകാമ ദൃഷ്ട്വാ പരിശ്രംഗ രസൈകലോല ആലിംഗതായാം പുനരായതാഖ്യാം ആശാസ്മഹേ വിഗ്രഹയോരഭേദം. ശൃംഗാര ശതകത്തിൽ നിന്നാ. കാണാതിരിക്കുമ്പോ കാണണം തോന്നും, കാണണം തോന്നിയാൽ ആലിംഗനം ചെയ്യണം തോന്നും, ആലിംഗനം ചെയ്താലും തോന്നൽ അവസാനിക്കുന്നില്ലല്ലോ എന്നതാണ്. ഇത് 65 വയസ്സായപ്പോഴാണ് ഭർത്തൃഹരിക്ക് തോന്നിയത്. സാധാരണ മനുഷ്യർക്ക് 10-20 വയസ്സിൽ തോന്നണതാണ്. ആശാനും അങ്ങനെ തന്നെയാ തോന്നിയ. 47 വയസ്സായി. 47 വയസ്സായപ്പോഴാണ് ആശാൻ ഭാനുമതി അമ്മയെ കണ്ടതും. എന്നാ പിന്നെ സന്യാസം ഇവിടെ അവസാനിപ്പിച്ചേക്കാം എന്ന് തീരുമാനിച്ച് നാരായണ ഗുരുവിന് ഒരു കത്ത് എഴുതി കൊടുത്തു. ഗുരു ചരിഷ്യാമി ശിവം ഗൃഹവ്രതം. ഗുരുവിനോട് ചോദിച്ചു, വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഗുരുവിന് തിരക്കേടൊന്നും ഉണ്ടായിട്ടില്ല. ഗുരു പറഞ്ഞു വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം വിവാഹം കഴിക്കാതിരിക്കണതും വിവാഹം കഴിക്കണതും തമ്മിൽ അധ്യാത്മത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ഗുരുവിന് അറിയായിരുന്നു. ഗുരുവിനോടൊരിക്കൽ ചോദിക്കേണ്ടത്, നമുക്ക് സന്യാസിനിമാർക്കായിട്ട് ഒരാശ്രമം സ്ഥാപിച്ചാലോ, ശിവഗിരിയിൽ വെച്ചാ. അപ്പൊ ഗുരു പറയുന്നുണ്ട്, ആശ്രമം ഉണ്ടാക്കാവുന്നതാണ്, പക്ഷെ ഇവിടെ നിന്ന് അതിവേഗത്തിൽ വൈകുന്നേരം 6 മണിക്ക് ഓടി തുടങ്ങിയാൽ പിറ്റേന്ന് പുലർച്ചെ ഒരു 7 മണിക്ക് എത്താവുന്ന അത്ര അകലത്തിലായിരിക്കണം. നാരായണഗുരു പറഞ്ഞാണ് കേട്ടോ. അതാണ്, അത്ര അകലത്തിൽ നമുക്കൊരു ആശ്രമം ആക്കാം എന്നാണ് സന്യാസിനി ആശ്രമത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു. അതുകൊണ്ട് ഗുരുവിന് തിരക്കേടൊന്നുണ്ടായില്ല. ഗുരു പറഞ്ഞു വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആശാൻ വിവാഹം കഴിച്ചു. ആശാൻ പിന്നെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുകയും, ഞാൻ വെറുതെ കണക്കൂട്ടി നോക്കിയപ്പോ ആശാൻ SNDP യോഗത്തിന്റെ സെക്രട്ടറി ആയ കാലത്ത് ഭാനുമതി അമ്മ ജനിച്ചിട്ട് പോലുമില്ല. അത്രയും അകലമുണ്ട് അവര് തമ്മിൽ. എന്നാലും തിരക്കേടൊന്നുമില്ല. അദ്ദേഹം കവിത എഴുതണ്ടായി. അതുകൊണ്ട് ഞാൻ പറയണത്, പ്രണയം എന്ന് പറയണതിന് എന്തുകൊണ്ട് ആശാന്റെ അനുരാഗം ഈ ശരീരത്തെ വിട്ടുപോയി? ഗുരുവിന്റെ പിടികൊണ്ട് മാത്രമല്ല. അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം അത് തന്നെയായിരിക്കും. അതില്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിശ്ചയമായിട്ടും അതിനപ്പുറം കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ആശാൻ ജാതിക്കെതിരായിരുന്നു എന്നതാണ്. ജാതിക്കെതിരായതുകൊണ്ട് എന്താ? ജാതിക്കെതിരായ ഒരാൾക്ക് അനുരാഗത്തെ ശരീരത്തിൽ പാർപ്പിക്കാൻ പറ്റില്ല. കാരണം ആധുനിക ഇന്ത്യ ഘട്ടത്തിന് മുമ്പ് ഇന്ത്യയിലെ മനുഷ്യരുടെ മുഴുവൻ ശരീരങ്ങളും ജാതി ശരീരങ്ങളാണ്, പൗരശരീരമല്ല. നിങ്ങളുടെ ശരീരത്തിലാണ് ജാതി. ജാതി എന്നത് അമൂർത്തമായ ഒരു ആശയത്തിന്റെ പേരല്ല, ഒരു തത്വത്തിന്റെ പേരല്ല, ശരീരത്തിൽ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പേരാണ്. തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളോ എന്നിങ്ങനെ ശരീരം കൊണ്ട് അടയാളപ്പെട്ടതാണ് ജാതി. അത് ഗുരുവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗുരു ജാതി ഒന്നാണ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ അദ്വൈത വേദാന്തികൾ പറഞ്ഞതുപോലെ അമൂർത്തമായ തത്വദർശനത്തിലേക്ക് നീങ്ങാതെ ജാതി ഒന്നാണെന്നുള്ളതിന്റെ തെളിവായിട്ട് ശരീരത്തെ വിളിച്ചുകൊണ്ടേയിരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എങ്ങനെ ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ.
ഒരു അധ്യാത്മ പ്രമാണത്തിനകത്ത് ഒരു യോനി എന്നാണ് ഗുരു എഴുതിയത്. ആ വാക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല സാധാരണ നിലയ്ക്ക്. ഒരു യോനി, ഒരാകാരം. ഇവിടെ തീർന്നില്ല. എന്താണ് ജാതി? പുണർന്ന് പെറുന്നതെല്ലാം ഒരു ജാതി. ശരീരാണ് പുണർന്ന് പെറുന്നത്, തമ്മിൽ ഇണതേർന്ന് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നത് എന്തോ അതൊരു ജാതി. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്തം ഗവാം യഥ. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം എന്ന പോലെ. ഇങ്ങനെ മൂർത്തമായ ശരീരത്തിലേക്ക് നിരന്തരം മടങ്ങി വന്നുകൊണ്ടാണ് നാരായണ ഗുരു ജാതിയെ മറികടക്കാൻ ശ്രമിച്ചത്. കാരണം ശരീരത്തിൽ പാർത്തതാണ് ജാതി, ശരീരത്തിൽ ജീവിച്ചതാണ് ജാതി. ഈ ശരീരത്തിലേക്ക് നിങ്ങൾ അനുരാഗത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ അത് പിന്നെ ജാത്യാതീതമായ അനുരാഗാവില്ല, ജാതിബദ്ധമായ അനുരാഗമേ ആകൂ. അതുകൊണ്ട് മാംസനിബദ്ധമല്ല രാഗം. അതുകൊണ്ട് മുഖ്യധാരാ സ്ഥലങ്ങളിലൊന്നും പ്രണയം പാർക്കുന്നില്ല. നളിനിയിൽ നല്ല ഹൈമവത ഭൂവിലാണ്, ലീലയിൽ രേവാനദിയുടെ തീരത്താണ്, അല്ലെങ്കിൽ ചൊടലപ്പറമ്പിലാണ്, അല്ലെങ്കിൽ മരണമുഹൂർത്തത്തിലാണ്. ഇങ്ങനെ ആയിത്തീരുന്നത് എന്തുകൊണ്ട്? പ്രണയം കാട് കയറിപ്പോയി. പ്രണയം കാട് കയറിപ്പോയത് മുഖ്യധാരാ സ്ഥലങ്ങളെല്ലാം, ഏതു വീട്ടകവും ഏതു നാട്ടുവഴിയും ഏതു കൊട്ടാരവും ഏത് അന്തഃപുരവും ജാതി ബന്ധങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ജാതി സ്ഥലങ്ങളാണ്. ജാതിയില്ലാത്ത സ്ഥലം ഏതാണ്? അത് കാടാണ്, അത് ചൊടലപ്പറമ്പാണ്. അങ്ങനെ ജാതിയെ ഭേദിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ജാതിയെ ഭേദിക്കുന്ന അനുഭവ ലോകങ്ങളിലേക്ക്, ജാതിയെ ഭേദിക്കുന്ന വികാരങ്ങളിലേക്ക് തന്റെ അനുഭൂതിയെ മാറ്റിപ്പാർപ്പിക്കാനാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രണയം കാട് കയറിയത്, പ്രണയം ശരീരത്തെ വെടിഞ്ഞത്. അതുകൊണ്ട് ആശാന്റെ ലീലയിലും ചിന്താവിഷയായ നളിനിയിലും ഒക്കെ അനുരാഗം കൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ ചരിത്രത്തിന്റെ വലിയ സംഘർഷങ്ങളിൽ ഒന്നിനെ തന്നെയാണ് ആശാൻ അടയാളപ്പെടുത്തിയത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോഴാണ് ദുരവസ്ഥയും ലീലയും ചണ്ടാല ഭിക്ഷുകിയിലും ആശാൻ എന്താണോ ചെയ്യാൻ ശ്രമിച്ചത് അതൊക്കെ തന്നെയാണ് ആശാൻ നളിനിയിലും ലീലയിലും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് വ്യത്യസ്തമായ ഒന്നല്ല. അത് അനുഭൂതിയുടെ തലത്തിലാണ്, മറ്റത് പ്രമേയത്തിന്റെ തലത്തിലാണ്. പ്രമേയത്തിന്റെ തലത്തിലാണ് സമൂഹമുള്ളത്, അനുഭൂതിയുടെ തലത്തിൽ സമൂഹമില്ല എന്ന് വാസ്തവത്തിൽ നാം കരുതിക്കൂടാത്തതാണ്. ഞാൻ അനുഭവിക്കുന്നതൊക്കെ വലിയ ചരിത്രാനുഭവങ്ങളാണ് എന്നത് നാം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഓർക്കുണ്ടാവില്ല. ഇപ്പൊ പ്രണയം എന്നത് എന്താണ്? പ്രണയം ഒരു ജൈവവാസനയല്ല, മറിച്ച് ജൈവവാസനയായ ലൈംഗികതയിൽ ചരിത്രം പ്രവർത്തിച്ചുണ്ടാകുന്ന അനുഭൂതിയുടെ പേരാണ് രതി എന്നത്. അതുകൊണ്ട് രതി ചരിത്രപരമാണ്. ലൈംഗികതയ്ക്ക് അങ്ങനെ ആ നിലയിൽ ശരീരപരമായ ഒരു ചരിത്രം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഒരു കാളയ്ക്കും പശുവിനും തമ്മിൽ പ്രണയമില്ലാത്തത്, ആണിനും പെണ്ണിനും തമ്മിൽ പ്രണയമുള്ളത്. 5000 കൊല്ലം മുമ്പ് പാവുകാലത്ത് കാളയെ കണ്ടപ്പോൾ പശുവിന് എന്താണോ തോന്നിയത് അത് തന്നെയാണ് ഏതാണ്ട് ഇപ്പോഴും കാളയെ കാണുമ്പോൾ പശുവിന് തോന്നുന്നത്. പക്ഷെ 50 കൊല്ലം മുമ്പ് കാമുകിയെ കണ്ടപ്പോൾ കാമുകന് തോന്നിയതൊന്നും അല്ല ഇപ്പോ കാമുകിയെ കാണുമ്പോൾ കാമുകന് തോന്നുന്നത്. 15 കൊല്ലം മുമ്പുള്ള ഒരു അഭിസംബോധന കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാമുകനെ വിളിക്കാൻ പറ്റില്ല. കാരണം അഭിസംബോധന റദ്ദായിപ്പോയി. എന്റെ കരളിന്റെ കുളിരെ എന്ന് നിങ്ങൾ വിളിച്ചാൽ കാമുകി നാടുവിട്ടു പോകും. കാരണം അത് അത്രമാത്രം അർത്ഥശൂന്യമായ, അത്രമാത്രം അനുഭവരഹിതമായ ഒരു വാക്കായി ചരിത്രം പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് പ്രണയത്തിന്റെ ചരിത്രം കൊണ്ട്, അനുരാഗത്തിന്റെ കഥ കൊണ്ട് നമ്മുടെ ലോകബന്ധങ്ങളുടെ ചരിത്രം കവികൾ എഴുതി വെച്ചത്. ആശാൻ ഒരു നിലയ്ക്ക് കണ്ടു. ആശാൻ അനുരാഗത്തെ കുറിച്ച് കരുതിയത് ഇങ്ങനെ വലിയ ആദർശമായിട്ടാണ്. അതുകൊണ്ട് ആശാൻ പറഞ്ഞു, ഒരു പെണ്ണിന്റെ മനസ്സാണിൽ ഉറച്ചു പോയാലും മാറില്ല. പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുക മനസ്സിമാർ മനസ്സൊഴിവതശക്യം ഒരാളിലൂന്നിയാൽ. 920 ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഒഴിവത് അശക്യം ഒരാളിലൂന്നിയാൽ. കാരണം ഇത് വലിയൊരു ഉറപ്പാണ്. എന്താണ് അനുരാഗം എന്ന് ചോദിച്ചാൽ തമ്മി കാണുക പോലും വേണ്ട. ആശാൻ എങ്ങനെയാണ്? തമ്മി കണ്ടിട്ടുണ്ടായ പ്രേമല്ലാതെ. അനുരാഗം വേറൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പറയുക, കണ്ടതില്ലവർ പരസ്പരം മരം കൊണ്ട് നേർവഴി മറഞ്ഞിരിക്കയാൽ രണ്ടുപേരും അകതാരിലാർന്നിതുൽക്കണ്ഠ കാണുക സഹ ബന്ധവൈഭവം. കണ്ടിട്ടല്ല, ബന്ധവൈഭവമാണ്. ആശാൻ അനുരാഗം അങ്ങനെ വലിയൊരു ആദർശമാണ്. 920 ഏതാണ്ട് 30 കൊല്ലം കഴിഞ്ഞപ്പോൾ വൈലോപ്പിള്ളി കുടിയൊഴിക്കൽ എഴുതി. ഇതേ അനുരാഗത്തെ കുറിച്ച് വൈലോപ്പിള്ളി പറഞ്ഞു, കന്യമാർക്ക് നവാനുരാഗം കമറശോണ സ്ഫടിക വളകൾ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന്. അത്രയേ ഉള്ളൂ. ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന്. കമറശോണ സ്ഫടിക വളകൾ, ചൊമ്പും വള പോലെ. ചൊമ്പ് പോയാൽ പച്ച,
കാലത്ത് ഇങ്ങോട്ട് വരുന്ന ബസ്സിനല്ല വൈകിട്ട് അങ്ങോട്ട് പോകുന്നത് എന്നതുകൊണ്ട് ഒരു ദിവസം രണ്ടുപേരെ പ്രേമിക്കുന്നവരാണ് മിക്കവാറും എല്ലാ കുട്ടികളും. അതൊരു തെറ്റൊന്നുമല്ല. മറിച്ച് ലോകയാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കുന്നു. 1950 ആയപ്പോഴേക്കും വൈലോപ്പിള്ളിക്ക് ഇത് മനസ്സിലായി. കാമുകിക്ക് മനസ്സിലായി കേട്ടോ. മറ്റു പൂച്ചെടി ചെന്ന് തിന്നാനൻ കൊച്ചനാടിനുണ്ട് ഇപ്പോഴേ മോഹം എന്നാണ്. ഇതൊരാടാണ്, ഒരില കടിച്ച് നിൽക്കില്ല. കണ്ട ഇലകളെല്ലാം കടിച്ചിട്ടാണ് ഈ ആടിങ്ങനെ പോകുന്നത് എന്ന് വൈലോപ്പിള്ളിക്ക് അറിയായിരുന്നു. വൈലോപ്പിള്ളി ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതിനൊന്നും പറ്റുന്നൊരു മനുഷ്യനായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് ഇതൊക്കെ അറിയായിരുന്നു. ചരിത്രം നിങ്ങൾ അനുഭവിച്ചറിയണതല്ല, ചരിത്രം നിങ്ങൾ ജീവിച്ചു തീർക്കണതാണ്. അത് ഇവിടെ വന്നോളൂ. ഇത് അതുകൊണ്ടാണ് വൈലോപ്പിള്ളി ഇങ്ങനെ പറഞ്ഞു. കുറക്കാലം കഴിഞ്ഞ് NV കൃഷ്ണവാര്യര് മദിരാശിയിലൊരു സായാഹ്നം എഴുതി. ഇപ്പൊ കാമുകിയെ ചുംബിച്ചു കഴിഞ്ഞിട്ട് കാമുകൻ ഓർക്കുന്നത്, എൻ ചുണ്ടിൽ ഒട്ടിട ക്യൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. എന്റെ ചുംബനത്തിന് നല്ല മധുരമായിരുന്നു, പക്ഷെ അത് ലിപ്സ്റ്റിക്കിന്റെ മാധുര്യാണോ? ആധുനിക നാഗരികത അങ്ങനെ ഒന്നായി തീർന്നു. കാട് വെട്ടിച്ചുട്ട് മണം പരക്കുമ്പോ വൈലോപ്പിള്ളി എഴുതുന്നത്, മക്കളെ നുകർന്നാലും നിങ്ങൾ ഈ പുകമണം മാനവ സംസ്കാരത്തിന്റെ ദിവ്യമാം പരിമളം എന്നാണ്. പടരുന്ന പുകയാണ്, കീറിപ്പായുന്ന വണ്ടികളാണ്, പടരുന്ന പുകയാണ് ആധുനിക നാഗരികതയുടെ ദിവ്യഗന്ധം എന്നുകൂടി അതിന് ഒരർത്ഥം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ പരിമളം. അയ്യപ്പണിക്കർ എഴുതുമ്പോഴേക്കും പ്രേമം എന്ന് എഴുതി. നിന്നെ ഞാൻ പ്രേമിച്ചപ്പോൾ, പ്രേമിച്ചോണ്ടിരുന്നപ്പോൾ, ദീർഘം അവസാനിക്കില്ല കേട്ടോ, ചോന്നങ്ങിട്ടേക്കും. നിന്നെ തന്നെ ധ്യാനിച്ചോണ്ടിരുന്നപ്പോൾ എന്ന് എഴുതും. ഭാഗ്യശാലികൾ കടമ്പനിട്ട, ഓമനെ ഞാൻ പറയുന്ന കഥകളിൽ മൂളുന്നതിനിടയ്ക്ക് എന്റെ തലയിലെ രോമങ്ങൾ ഓരോന്ന് ചിക്കി നരച്ചത് മാത്രം വിടുങ്ങുക. പേൻ നോക്കി മെല്ലെ ഇടത്തെ കരത്തിൽ പെരുവിരൽ മേലെ നഖത്തിൽ എടുത്ത് ഞെരിക്കുക. സാവധാനം നീ ചൊറിയൂ പുറം, ചുണൽ ഓരോന്ന് കുത്തി ഉടയ്ക്കൂ. ആഹാ സുഖം ഇത് മാത്രമാണ് ഓമനെ, നാം തമ്മിൽ എന്നും അറിയും സുഖം മതി. ഇതാണ് അനുരാഗം. ഇത് ഒരു നൂറ്റാണ്ടിൽ അനുരാഗം സഞ്ചരിച്ച 4-5 വഴികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അനുരാഗം എന്നുള്ളത് ഒരു ചരിത്ര ബന്ധത്തിന്റെ പേരാണ്, ശാശ്വതമായ ഒരു മൂല്യത്തിന്റെയോ സത്തയുടെയോ പേരല്ല എന്ന് അനുരാഗികൾ ഓർക്കുന്നത് നല്ലതാണ്. ബഷീറിന് ഇതറിയായിരുന്നു. അതുകൊണ്ടാണ് ബഷീർ ഈ വേറൊരു കൂട്ടം മനുഷ്യർ, നമ്മളെപ്പോലുള്ള ആളുകളല്ല, അതായത് വേറെ ജോലിയൊന്നും ഇല്ലാത്ത പ്രേമിക്കാൻ പുറപ്പെട്ട ആളുകളല്ല, മറിച്ച് ജീവിതത്തിന്റെ ആഴത്തിൽ നിന്ന് ഏറ്റവും താഴെ നിന്ന് പുറപ്പെട്ട മനുഷ്യർ പ്രേമിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് ബഷീറിന്റെ ഒരു ചോദ്യമായിരുന്നു. അങ്ങനെയാണ് മണ്ടം മുസ്തഫയെ ഒറ്റക്കണ്ണം പോക്കരുടെ മകള് സൈനബ പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോ പോക്കർക്ക് ചായക്കടയാണ്. ചായക്കടയിൽ മുസ്തഫ എന്ന് ചായ കുടിക്കാൻ വരും. അപ്പോ സൈനബ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കണയില് പുട്ടുപൊടിയിട്ടിട്ട് ഒരു താറാമുട്ട എടുത്തിട്ടിട്ട് വീണ്ടും പൊടി കൊണ്ട് നിറച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുമ്പോ ഈ മുട്ട അകത്തിരുന്ന് പുഴുങ്ങിയ മുട്ടയായി തീരും. ഈ കഷ്ണം പുട്ടാണ് എന്നും സൈനബ മുസ്തഫക്ക് കൊടുക്കുക. അതുകൊണ്ട് മുസ്തഫ ഒരു കഷ്ണം പുട്ട് മേടിച്ച് പൊളിച്ചു നോക്കുമ്പോ അകത്ത് ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട്. പ്രണയത്തിന്റെ ഭാഷയാണ്. നിങ്ങൾ കാമുകിക്ക് ഒരു പുഴുങ്ങിയ മുട്ട കൊടുത്താൽ കാമുകി നാട് വിടും, കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പെറുക്കികളെന്ന് വിളിച്ച മനുഷ്യൻ, ഞാൻ അതാ പറഞ്ഞു തന്നത്. ഈ പെറുക്കികൾ ആരാണ്? മണ്ടം മുസ്തഫ, ഒറ്റക്കണ്ണം പോക്കർ, അനവാരി രാമൻ നായര്, മണ്ടം മുസ്തഫ, സൈനബ, ഇങ്ങനെ കുറെ മനുഷ്യരുണ്ട്. കീടങ്ങൾ, നമ്മൾ അണ്ടർ ക്ലാസ് എന്ന് പറയുമല്ലോ, മാർസൽ എംബൻ പ്രൊലറ്റേറിയറ്റ് എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ഒരു റോളും ഇല്ലാത്തവർ, ഒരു നിർവാഹക ശേഷിയും ഇല്ലാത്തവർ, ചവിട്ടി അരയ്ക്കപ്പെടാൻ മാത്രം യോഗ്യരായവർ, കോമാളികൾ, പെറുക്കികൾ. അവർക്കിടയിൽ പക്ഷെ ജീവിതം എന്താണ് എന്നാലോചിച്ച മലയാളത്തിലെ വലിയ ഭാവനയുടെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന്. അവര് പ്രേമിക്കാൻ തുടങ്ങുമ്പോ അനുരാഗത്തിന് പുതിയ ഭാഷ വന്നു. ജയിലിന്റെ അപ്പുറത്ത് നിന്ന് ഒരു പെണ്ണ് ഇങ്ങനെ ഒരുണങ്ങിയ കമ്പ് ആകാശത്തിലേക്ക് എറിയും. നോക്കൂ, ഉണങ്ങിപ്പോയ, ജീവനറ്റുപോയ ഒരു ചുള്ളിക്കമ്പ് കൊണ്ടാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ലോലലോലമായ ഒരു അനുഭവത്തെ ബഷീർ രേഖപ്പെടുത്തി വെച്ചത് എന്ന് നമ്മൾ ഓർക്കാറില്ല. നിങ്ങൾക്ക് പ്രണയത്തിന്റെ ചിഹ്നമായിട്ട് ഒരു റോസാപ്പൂ കൊടുക്കാം, 4 വരി കവിത എഴുതി കൊടുക്കാം, ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം. ഞങ്ങളൊക്കെ അങ്ങനെയാ ചെയ്തത്. ഒന്നും എനിക്ക് വേണ്ട, മൃദു ചിത്തത്തിൽ എന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മ മാത്രം മതി എന്ന് എനിക്ക് അറിയാവുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എഴുതി കൊടുത്തതാ. പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഫോട്ടോഗ്രാഫ് എടുത്തായിരുന്നു അന്നത്തെ ഒരു പ്രധാന പരിപാടി. അന്ന് മൊബൈൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കും. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് ബേൺസ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ എഴുതി കൊടുക്കും. ഇതൊന്നും എഴുതാനില്ലാത്തൊരു ജയിൽ പുള്ളി എന്ത് ചെയ്യും? നരയണി ഞാൻ നിന്നെ കാണുന്നു, കണ്ടിട്ടില്ലല്ലോ, മതിലുകൾ, എവിടെയും മതിലുകൾ. ഇങ്ങനെയാ ബഷീർ എഴുതിയത്. ആ വാക്ക് നിങ്ങൾ ഓർക്കണം, മതിലുകൾ. ഈ മതിലാണ് ബഷീറിനെ സ്നേഹത്തെ കാണിച്ചെടുത്തത്. അതുകൊണ്ട് മതിൽ റദ്ദായിപ്പോയി. ഈ മതിലിന്റെ അപ്പുറം സ്നേഹമുണ്ട്. ഒരു ജയിൽ പുള്ളി സ്വപ്നം കാണുമ്പോൾ സ്നേഹത്തിന് ഒരുപാട് അർത്ഥം വരും.
അതുകൊണ്ട് പുറത്തേക്ക് വിട്ടപ്പോൾ ബഷീർ ചോദിച്ചു, വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹു വാണ്ട്സ് ദിസ് ഫ്രീഡം? ആർക്ക് വേണം സ്വാതന്ത്ര്യം? ഈ പുറത്തെ ജീവിതത്തിൽ ആർക്ക് സ്വാതന്ത്ര്യം? ഈ സ്വാതന്ത്ര്യം അപ്പുറത്തെ കാണാത്ത നാരായണിയാണ്, ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന ഒരു ചുള്ളിക്കമ്പാണ്, ഏതോ ഒരു ഗന്ധമാണ്. നിന്നെ മണക്കുന്നു, നിന്റെ മണം ഏതോ ഒരു ഗന്ധം. മണത്തിനൊരു ഗുണം, അത് അതിരുകളെ വകവയ്ക്കില്ല, അതൊരു മതിലിനെയും വകവയ്ക്കില്ല, മതിലിന് കുറുകെ സഞ്ചരിക്കും ആ മണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ബഷീർ പ്രണയത്തെ കുറിച്ച് എഴുതുന്ന സമയത്ത് കീഴാളരിൽ കീഴാളരായ, പതിതരിൽ പതിതരായ, സമ്പൂർണമായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യകുലത്തിൽ പ്രണയം എന്തായിരിക്കുന്നു എന്നാണ് ബഷീർ എഴുതിയത്. അതാണ് ബഷീർ പ്രണയം കൊണ്ട് എഴുതിയ വിപ്ലവകാവ്യം എന്ന് പറയാം. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആഴത്തുക ഇതാണ്. പ്രണയം എന്ന അനുഭവസ്ഥാനം വാസ്തവത്തിൽ ചരിത്രം പ്രവർത്തിച്ചുണ്ടാകുന്ന ഒന്നാണ്, അല്ലാതെ രണ്ടുപേര് പ്രേമിച്ചുണ്ടാകുന്നതല്ല. രണ്ടുപേര് പ്രേമിച്ചുണ്ടായതല്ല, മറിച്ച് ചരിത്രം പ്രവർത്തിച്ചുണ്ടായതിന്റെ പേരാണ് പ്രണയം. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മാംസബദ്ധമല്ലാത്ത രാഗത്തിൽ നിന്ന് അനുരാഗത്തിന്റെ പല പല ലോകങ്ങളിലേക്ക് നമ്മുടെ കവിത സഞ്ചരിച്ചെത്തിയത്, നമ്മുടെ ഭാവനാബന്ധങ്ങൾ, അനുഭൂതികൾ സഞ്ചരിച്ചെത്തുന്നത് ചരിത്ര പ്രക്രിയയുടെ ഫലമായിട്ടാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവുക. ഏതനുഭവത്തെ സംബന്ധിച്ചും ഇത് ശരിയാണ്. ഏതനുഭവത്തെ സംബന്ധിച്ചും മദിരാശിയിലൊരു സായാഹ്നം ഒരർത്ഥത്തിൽ ഒരു പ്രണയകാവ്യാണ്. പ്രണയമാണ്, കാമുകനും കാമുകിയാണ്. കവിത തുടങ്ങുമ്പോ NV എഴുതുന്നു, നിന്നെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിൻ വാതുക്കൽ അന്ന് ഞാൻ ഓമനയെ കാത്തു നിന്നിടവേ. എല്ലാ ഹോസ്റ്റലിന്റെ ഒരു ഗുണം അതാണ് കേട്ടോ, കാത്തു നിൽക്കാം. അതൊരു തെറ്റല്ല, മനുഷ്യർക്ക് പാർക്കാൻ മാത്രമുള്ളതല്ല ഹോസ്റ്റലിൽ. ഒന്നും ഒരുപാട് ബന്ധങ്ങൾ. നിന്നെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിൻ വാതുക്കൽ അന്ന് ഞാൻ ഓമനയെ കാത്തു നിന്നിടവേ. കാൽനടപ്പാത അരികിൽ തണലത്ത് കണ്ടു കിഴവൻ ഒരുവൻ കിടപ്പതായി. കീറ ഉടുതുണി ഊർന്നുപോയി കാണായിതേറെ ആഭാസം അയാളുടെ നഗ്നത. കാമുകിയെ കാത്തു നിൽക്കാണ് കാമുകൻ. പക്ഷെ അരികത്ത് കീറ ഉടുതുണി ഊർന്നുപോയി കാണായിതേറെ ആഭാസം നഗ്നതയുമായി ഒരു പടുവൃദ്ധൻ. നാഗരികതയുടെ പുതിയൊരു സ്ഥാനമാണ്. ഈ വൃദ്ധന്റെ പൂർവ്വരൂപം നിങ്ങൾ എവിടെ തേടണം എന്ന് വെച്ചാൽ T.S. എലിയറ്റിന് നോക്കണം. ലവ് സോങ് ഓഫ് ആൽഫ്രഡ് J. പ്രൂഫോക്ക്. കവിത തുടങ്ങുന്നത്, let us go then you and I, when the evening is spread out against the sky, like a patient etherized upon a table. എനിക്കും നിനക്ക് യാത്ര പോകാം. when the evening is spread out against the sky, ആകാശത്തിൽ സായാഹ്നം പടർന്നു കയറുന്ന സമയത്ത് ഏതുപോലെ, like a patient etherized upon a table, ശസ്ത്രക്രിയാമേശയ്ക്ക് മേൽ ബോധരഹിതനായി കിടക്കുന്ന രോഗിയെ പോലെ. ശസ്ത്രക്രിയാമേശയ്ക്ക് മേൽ ബോധരഹിതനായി കിടക്കുന്ന ഈ രോഗിയുണ്ടല്ലോ, എലിയറ്റിന്റെ കാവ്യഭാഷയുടെ പ്രാരംഭ രൂപകം, അത് ഒന്നാം ലോക യുദ്ധത്തിലേക്ക് പടിപടിയായി ചുവട് വെച്ച് നീങ്ങുന്ന യൂറോപ്പാണ്. ആ യൂറോപ്പിന്റെ കഥയാണ്. അത് അനുരാഗത്തിന്റെ കഥയായിട്ട് എലിയറ്റ് എഴുതിയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കവിത തുടങ്ങുമ്പോൾ തന്നെ let us go when you and I, ഞാനും നീയും. നമ്മുടെ പ്രണയം അങ്ങനെയല്ലല്ലോ, ഇരുവയ്യാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ എന്നല്ലേ. അപ്പോഴാണ് let's go then you and I, like when the evening is spread out against the sky എന്ന് പറയും. പ്രണയം കൊണ്ട് ചരിത്രം എഴുതപ്പെടുക, ചരിത്രം രേഖപ്പെടുത്തപ്പെടുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഇത് 1960 ആകുമ്പോഴേക്കും ഇന്ത്യ ഇങ്ങനെ ഭഗ്നമായ ഒരു രാജ്യമായി തീർന്നു. ഭഗ്നപ്രതീക്ഷകൾ, വിഫലമായ സ്വപ്നങ്ങൾ, അത് NV കൃഷ്ണവാര്യർ വളരെ മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ കണ്ടതുകൊണ്ട് അദ്ദേഹം ഈ വരാനിരിക്കുന്ന കാലത്തിന്റെ വലിയ ഗതികേടുകളെ ഏതോ നിലയിൽ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ആളായിരുന്നു NV എന്നതുകൊണ്ട് അദ്ദേഹം പ്രണയം എന്നത് മധുരിക്കാൻ പോകുന്നത് ചുംബനത്തിന്റെ മാധുര്യം കൊണ്ടല്ല, ലിപ്സ്റ്റിക്കിന്റെ മാധുര്യം കൊണ്ടാണ് എന്ന് എഴുതി വെക്കുകയാണ് ചെയ്തത്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയ ആളാണ് NV. വളരെ മുമ്പ്. ഇപ്പൊ എഴുതാനൊരു പ്രയാസമില്ല. ഗോഡ്സെക്കാണ് ഗാന്ധിയേക്കാൾ മതിപ്പുള്ളതെന്ന് പറയാം. അന്ന് അങ്ങനെയല്ല, അന്ന് ഗാന്ധി വലിയ ആളാണ്. അപ്പൊ NV എഴുതി, അരി വാങ്ങാൻ ക്യൂവിൽ തിക്ക് നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിൽ ഏറി നീങ്ങുന്നു ഗോഡ്സെ എന്നാണ്. ഇന്ന് എല്ലാ ഗോഡ്സെമാരും കാറിലൂടെ തെക്കും വടക്കും പായുന്നത് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. ഗാന്ധി ഏതോ വിദൂരതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളായിട്ട് നടക്കുന്നുണ്ട്. ഗാന്ധി അവസാന കാലത്ത് പ്രാർത്ഥനാ യോഗങ്ങളിൽ ഉദ്ധരിച്ചിരുന്ന ഒരു വരി അതാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിൽ തനിയെ നടക്കുക എന്നാണ്. അങ്ങനെ ഏതോ വിദൂരതകളിൽ നമ്മുടെ കാഴ്ചയുടെ ചക്രവാളത്തിനൊക്കെ പുറത്ത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളായിട്ട് ഗാന്ധി ഉണ്ട് എന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ വരാനിരിക്കുന്ന ഗാന്ധിയെ കുറിച്ചിട്ടാണ് NV പറഞ്ഞത്, അരികെ കൂറ്റൻ കാറിൽ ഏറി നീങ്ങുന്നു ഗോഡ്സെ, അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി എന്നാണ്.
ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചരിത്രബന്ധങ്ങൾ പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് കാവ്യാനുഭവം. അത് പ്രമേയമല്ല. ഇപ്പൊ ചങ്ങമ്പുഴ കവിതയെ കുറിച്ച് അക്കാലത്തുണ്ടായിരുന്ന വലിയ ആക്ഷേപങ്ങളിൽ ഒന്ന് ചങ്ങമ്പുഴയ്ക്കൊരു നിലപാടില്ല എന്നതായിരുന്നു. ചങ്ങമ്പുഴയ്ക്കൊരു അഭിപ്രായമില്ല. ഒരു ദിവസം ഒന്ന് പറയും, പിറ്റേ ദിവസം വേറൊന്ന് പറയും. പറഞ്ഞതിനെല്ലാം വിപരീതം മൂപ്പര് തന്നെ പറയും. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചങ്ങമ്പുഴ കവിത വായിച്ച ആളിന് വഴിതെറ്റുന്നു എന്ന് കരുതിയിട്ട് പണ്ഡിതന്മാരെല്ലാവരും തൃപ്പൂണിത്തുറ ഒരു ലൈബ്രറിയിൽ യോഗം ചേർന്ന് ചങ്ങമ്പുഴ മേലാൽ കവിത എഴുതരുത് എന്ന് പ്രമേയം പാസാക്കുകയുണ്ടായി. സഞ്ജയൻ ചങ്ങമ്പുഴയെ ആകാവുന്നത്ര പരിഹസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആക്ഷേപിക്കപ്പെട്ട കാലത്ത് കേസരി ബാലകൃഷ്ണപിള്ള ഒരു പ്രബന്ധം എഴുതി. ആ പ്രബന്ധത്തിന്റെ പേര് ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്നാണ്. ആ പ്രബന്ധത്തിൽ കേസരി പറഞ്ഞു, വാസ്തവത്തിൽ ചങ്ങമ്പുഴയ്ക്ക് ഒരു തത്വശാസ്ത്രമുണ്ട്, ഒരു നിലപാടുണ്ട്. അതെന്താണ്? ഒരാൾ എന്തായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായി തുടരാൻ ഈ സമുദായം അയാളെ അനുവദിക്കുന്നില്ല എന്നതാണ് ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം. നിങ്ങൾക്ക് നിന്നിടത്ത് നിൽക്കാൻ വയ്യ. കാലുവെന്ത നായെ പോലെ ജീവിതം നിങ്ങളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൃഢമായതെല്ലാം ഉരുകിത്തീരുന്നു, ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു. മാർക്സ് ബൂർഷ്വ ആധുനികതയെക്കുറിച്ച് പറഞ്ഞത്, മുതലാളിത്തത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു വാക്യാണ്: ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. ഖരമായതൊക്കെ ഉരുകിത്തീരും. അങ്ങനെ ഖരമായതൊക്കെ ഉരുകിത്തീരുന്ന കാലത്ത് ഈ അനുഭവസ്ഥാനത്തിന്റെ അന്തിമ പദവിയിൽ നിൽക്കുന്ന ഒരു കവിക്ക് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അയാൾക്ക് മാറ്റി പറയേണ്ടി വരുന്നു. അയാളെ ലോകം ഒന്നായി നിൽക്കാൻ അനുവദിക്കുന്നില്ല. ലോകം അയാളെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയൊരു ഓട്ടത്തിന്റെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നത്. അത് ഒരാളുടെ പേരല്ല, മറിച്ച് കാലം ഓടിച്ചു വിടുന്ന, കാലം നിക്കക്കല്ലില്ലാത്താക്കി തീർത്ത മനുഷ്യാനുഭവത്തിന്റെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നത്, ഇങ്ങനെ അനുഭൂതികൾ എന്നത് ചരിത്രത്തിലൂടെ അർത്ഥമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ചരിത്രത്തിലൂടെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ് അനുഭൂതി എന്നത്. അല്ലാതെ ഒരാൾ സ്വകാര്യമായി അനുഭവിച്ച ഒന്നല്ല. ചരിത്രം ഉണ്ടാക്കുന്നതാണ് അനുഭൂതി. അത് ഏത് നിലയിലും, ബഷീറിലും ആശാനിലും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ജാതാനുരാഗം ഒരുവന്റെ മിഴി എന്ന് പറയുന്നത് ആധുനികമായ പുതിയൊരു കർത്തൃപദവി, ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റി നമ്മൾ സാങ്കേതികമായി പറയും. വൈയക്തികമായ കർത്തൃത്വത്തിലേക്ക് കടന്നു നിന്ന മനുഷ്യന്റെ നോട്ടാണ് ഞാൻ മാത്രം കാണുന്നത്. എല്ലാവരും കാണുന്ന സൗന്ദര്യമല്ല, പറ്റത്തിന്റെ സൗന്ദര്യമല്ല, ഒറ്റയ്ക്കൊരാളുടെ പറ്റത്തിന്റെ സൗന്ദര്യം അപ്പോഴും ബാക്കിയുണ്ട്. പണ്ട് നമ്മൾ കണ്ടതൊക്കെ പറ്റത്തിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ട് വള്ളത്തോൾ അപ്പുറത്ത് മറുഭാഗത്ത് എഴുതുന്നുണ്ട്: വെണ്ണതോൽക്കും ഉടലിൽ സുഗന്ധിയാം എണ്ണതേച്ചരയിൽ ഒറ്റമുണ്ടുമായി ഉല്ലസിക്കുന്ന ആ നടാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരു ഉത്സവം. മുക്കണ്ണന് മാത്രമല്ല, നമുക്കൊക്കെ സന്തോഷം തന്നെ. മിഴികൾക്കൊരു ഉത്സവം. അങ്ങനെ പൊതുക്കാഴ്ചയായി തീർന്ന വസ്തുവൽക്കരിക്കപ്പെട്ട സൗന്ദര്യത്തിൽ നിന്ന് സൗന്ദര്യത്തെ ഒരാത്മഭാവമാക്കി മാറ്റുക എന്നതിന്റെ അർത്ഥം ആധുനികതയുടെ മനുഷ്യബോധം സൗന്ദര്യഭാവനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ്. ഇങ്ങനെ ആധുനികമായ ഏകാന്ത വ്യക്തിബോധം മനുഷ്യഭാവനയുടെ പ്രവൃത്തിമണ്ഡലമായി തീരുമ്പോഴാണ് ജാതാനുരാഗം ഒരുവന്റെ മിഴി എന്ന് ആശാൻ എഴുതുന്നത്. അത് ആശാൻ എഴുതുന്നതല്ല, മറിച്ച് മാറി വന്ന സമൂഹ ബന്ധങ്ങൾ ചരിത്രം ആഴത്തിൽ പ്രവർത്തിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയുടെ പേരാണ് അത്. അത് ആശാൻ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കിയത് ആശാനല്ല. ഇങ്ങനെ ഏത് കാവ്യ സന്ദർഭവും ഏത് അനുഭവസ്ഥാനവും വാസ്തവത്തിൽ ചരിത്രത്തിന്റെ വലിയ കടലിരമ്പങ്ങളാണ്. ഖസാക്കില് രവി ലോകത്തെ ഉപേക്ഷിക്കുക, ആധുനികതയുടെ മനുഷ്യന്റെ ശൈഥില്യാണ്, ആധുനികമായ മനുഷ്യാവസ്ഥ ചെതറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെതറുമ്പോഴാണ് രവി ഒരു സ്ഥലത്ത് പറയും, കയ്യൊപ്പിന്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു. കയ്യൊപ്പ് എന്നുള്ളത് വാസ്തവത്തിൽ ആധുനികമായ വ്യക്തിത്വത്തിന്റെ ഒരു ആവിഷ്കാര സാമഗ്രിയാണ്. ഞാനിടുന്ന ഒപ്പിൽ ഞാനുണ്ട്, എന്റെ ഒപ്പാണ്. കയ്യൊപ്പിന്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു. ഞാനെന്ന കേവലത ഇല്ലാണ്ടാവുന്നു. ഞാനെന്ന കേവലത ഇല്ലാണ്ടായാൽ പിന്നെ പ്രണയമില്ല. അതുകൊണ്ടാണ് പത്മ ഒന്ന് ചോദിക്കും, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ രവി പറയും, എനിക്ക് അറിഞ്ഞൂടാ. അതിതുകൊണ്ടാണ്. ഞാനെന്ന ഏകതയില്ല. ഞാനെന്ന ഏകത ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് നീ എന്ന ഏകതയുമായി വിശേഷ ബന്ധങ്ങളൊന്നും പുലർത്താനില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട പ്രണയം ആധുനിക മനുഷ്യാവസ്ഥയുടെ ശൈഥില്യത്തിന്റെ പ്രശ്നം കൂടിയാണ്.
ഈ ശൈഥില്യത്തെയാണ് രവിയുടെ അനുരാഗ നഷ്ടമായി കുഞ്ഞാമിനയോടും മൈമനയോടും ചാന്തുമ്മയോടും ചിറ്റമ്മയോടും ഒക്കെ അയാൾ പുലർത്തുന്ന നാനാതരം ബന്ധങ്ങളായി തീരുന്നത് വാസ്തവത്തിൽ ആധുനികമായ ഏകാന്ത വ്യക്തിത്വത്തിന്റെയും ആധുനികമായ രാഷ്ട്ര പൗരത്വത്തിന്റെയും ശൈഥില്യത്തിന്റെ ആവിഷ്കാരങ്ങൾ കൂടിയാണ്. അങ്ങനെ കാണുമ്പോഴാണ് രവിയുടെ തകർച്ച എന്നത് ആധുനികത ജന്മം നൽകിയ വലിയ മനുഷ്യന്റെ തകർച്ചയാണ്, ആ ശൈഥില്യമാണ് അതിന്റെ രാഷ്ട്രീയ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഒറ്റയ്ക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് മോഡേണിസത്തിൽ ഇങ്ങനെ മനുഷ്യാവസ്ഥയെ നിരന്തരം തള്ളിപ്പറയുന്നവരായി തീർന്നത്. അത് അരാജകവാദമോ കേവലമായ ഒരു സാമൂഹ്യ വിരുദ്ധതയോ ഒന്നുമല്ല, മറിച്ച് സമൂഹം ഇല്ലാണ്ടായിത്തീരും, ഉറച്ചതില്ലാണ്ടായിത്തീരും. ഈ ഉറച്ച ലോകം തകരുമ്പോ, നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ഒരിട ഇല്ലാതാവുമ്പോ നിങ്ങൾ ശിഥിലതയിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെ മാറി മാറി വരുന്ന ജീവിതാനുഭവങ്ങളെയാണ് വാസ്തവത്തിൽ നാം അനുഭൂതികൾ എന്ന് വിളിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള പ്രസ്ഥാനം, സാഹിത്യ പ്രസ്ഥാനം, കലാപ്രസ്ഥാനം എന്നതിനെ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പ്രസ്ഥാനം എന്നതൊരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് എന്താണ്, മനുഷ്യാനുഭൂതികൾ, ചരിത്രപരമായി രൂപപ്പെട്ട മനുഷ്യാനുഭൂതികളെ വ്യവസ്ഥപ്പെടുത്തുന്നതാണ് പ്രസ്ഥാനം. ഒരു സാഹിത്യ പ്രസ്ഥാനം, ഒരു കലാപ്രസ്ഥാനം അനുഭവങ്ങളുടെ വ്യവസ്ഥപ്പെടുത്തലാണ്. ഈ അനുഭവങ്ങളാകട്ടെ ഒറ്റയ്ക്കൊരാളുടേതല്ല, ഒരു കാലം ജന്മം നൽകുന്ന സങ്കീർണ ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അതുകൊണ്ട് ഇംപ്രഷനിസം എന്ന് പറയുന്നത്, റൊമാന്റിസിസം എന്ന് പറയുന്നത്, റിയലിസം എന്ന് പറയുന്നത് ഒക്കെ കേവലമായ ഒരു ആഖ്യാന രീതിയോ ഒരു കലാസമ്പ്രദായമോ അല്ല, വലിയൊരു ചരിത്ര ബന്ധത്തിന്റെ പേരാണ്, വലിയൊരു ചരിത്രബന്ധമാണ്. അതുകൊണ്ടാണ് റിയലിസത്തെ അദ്ദേഹം യഥാതഥം എന്ന് വിളിക്കാതെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചത്. ജീവിതം പ്രസാദാത്മകവും വിഷാദാത്മകവുമായി അനുഭവപ്പെടാമെങ്കിലും സമുദായ ജീർണിപ്പ് കൊണ്ട് വ്യക്തികളുടെ ജീവിതം കൂടുതൽ കൂടുതൽ പരാജയമടയുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ക്ലാസിക്കൽ റിയലിസ്റ്റ് നോവലുകൾ ചെയ്തതെന്നും, അതുകൊണ്ട് റിയലിസത്തെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിക്കണം. പരാജയമടയുന്ന ജീവിതം, ആ പരാജയമാകട്ടെ എന്റെ സ്വകാര്യ പരാജയമല്ല, അത് സമുദായവും വ്യക്തിയും തമ്മിലുള്ള അവസാനിക്കാത്ത സംഘർഷം വ്യക്തിയെ കൂടുതൽ കൂടുതൽ ദുരന്തത്തിലേക്ക്, പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വഴി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ പേര് സാങ്കേതികമായി വരുന്നതല്ല, മനുഷ്യാനുഭവത്തിന്റെ ആകത്തുക എന്ന നിലയിൽ വരുന്നതാണ്. നാം അതിനെ തെറ്റിദ്ധരിച്ചത് ഇതൊരു സാങ്കേതിക യുക്തിയാണ്, എക്സ്പ്രഷൻസ് ഒരു സാങ്കേതിക രീതിയാണ്, ഇംപ്രഷൻസ് ഒരു സാങ്കേതിക രീതിയാണ്, കലാപ്രവണതകളൊക്കെ കലയിലെയോ സാങ്കേതിക ശൈലികളുടെയോ പ്രശ്നമാണ് എന്ന് കരുതിയത് കൊണ്ട് കേസരി കല രസിക്കാൻ ശേഷിയില്ലാത്ത ഒരു സാങ്കേതിക നിരൂപകനാണ് എന്ന് നാം അന്ന് കരുതുകയുണ്ടായി. ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഏത് കലയെക്കുറിച്ച് ഇത് പറയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ത്യാഗരാജൻ 20-ാം നൂറ്റാണ്ടിലെ വലിയ വാഗ്ഗേയകാരനായി തീർന്നത്? കർണാടക സംഗീതം മുമ്പേ ഉണ്ട്. പക്ഷേ ത്യാഗരാജൻ അല്ല വലിയ പാട്ടുകാരൻ, വലിയ വാഗ്ഗേയകാരൻ. മറിച്ച് 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പഴയ പ്രഭുമന്ദിരങ്ങളിൽ നിന്ന് സംഗീതം പൊതുജന സഭകളിലേക്ക് എത്തിച്ചേർന്നതോടെ ഇങ്ങനെ വൈകുന്നേരം 6 മണിക്ക് ഒത്തുകൂടി രാത്രി ഒരു 9 മണി വരെ കച്ചേരി കേട്ട് അവസാനത്തെ ബസ്സിന് വീട്ടിലേക്ക് പോകുന്നവരാണ് എല്ലാ ആസ്വാദകരും എന്ന് വന്നതോടെ കച്ചേരി 3 മണിക്കൂറായി. അരിയക്കുടി രാമാനുജ അയ്യങ്കാര് ഈ 3 മണിക്കൂറിന് പാകത്തിന് ഒരു വന്ദന ശ്ലോകത്തിൽ തുടങ്ങി ഒരു മംഗള ശ്ലോകത്തിൽ അവസാനിക്കുന്ന മട്ടിൽ കച്ചേരി സമ്പ്രദായത്തെ ചിട്ടപ്പെടുത്തി. അങ്ങനെ ചിട്ടപ്പെടുത്തിയ കച്ചേരി സമ്പ്രദായത്തിനകത്ത് ചെറിയ ചെറിയ കൃതികൾ, അല്ലാതെ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാഗവിസ്താരം, പിന്നെ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പല്ലവി പാടൽ, ഇതൊക്കെ പഴയ ഏർപ്പാടായി. മറിച്ച് ആധുനിക മനുഷ്യാവസ്ഥയോട്, അവരുടെ സങ്കടങ്ങളോട്, അവരുടെ സ്വകാര്യതയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മട്ടിലുള്ള രചനകൾക്ക്, ത്യാഗരാജ കീർത്തനങ്ങൾക്ക് കച്ചേരിയിൽ മേൽക്കൈ വന്നു. അതുവരെ പ്രതാപപൂർവ്വം നിന്ന പുരന്ദരദാസൻ, അല്ലെങ്കിൽ അതുവരെ പ്രതാപപൂർവ്വം നിന്ന പല്ലവികൾ, അതുവരെ അതിപ്രതാപത്തോടെ നിന്ന സ്വരപ്രസ്ഥാരങ്ങൾ, ഇതൊക്കെ കച്ചേരിയുടെ പിന്നാമ്പുറത്തെ കൗതുകങ്ങളോ സാങ്കേതിക കസർത്തുകളോ ആയി. കച്ചേരി പ്രധാനമായും കീർത്തനമായി, ഭാവപ്രധാനമായി, ഭാവബദ്ധമായ ആലാപനാണ് കച്ചേരി, അല്ലാതെ സംഗീതത്തിന്റെ സാങ്കേതികതയുടെ ആവിഷ്കാരം അല്ല. അങ്ങനെ 3 മണിക്കൂർ പല്ലവി പാടിയിരുന്ന പഴയ പ്രതാപികളായ പാട്ടുകാർ പിൻവാങ്ങുകയും 30 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഒരു കൃതി അങ്ങേയറ്റം ഭാവസാന്ദ്രമായി ഹൃദയസ്പർശിയായി നമ്മളെ അനുഭവപ്പെടുത്തുന്ന ഒരു പാട്ടുകാരൻ വലിയ പാട്ടുകാരനായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായതാണ് DK പട്ടമ്മാൾ.
അങ്ങനെ ഉണ്ടായതാണ് എം എസ് സുബ്ബലക്ഷ്മി. അങ്ങനെ ഉണ്ടായ പാട്ടുകാരനാണ് നാരായണസ്വാമി. ചരിത്രം ഉണ്ടാക്കിയ പാട്ടാണത്. അവര് പാടി ഉണ്ടാക്കിയതല്ല, ചരിത്രം ഉണ്ടാക്കിയതാണ്. പഴയ ടൈഗർ വരദരാജാചാരി അങ്ങനെയല്ല പാടിയത്. പഴയ പ്രതാപികൾ അങ്ങനെയല്ല പാടിയത്. 4-5 മണിക്കൂറാണ് അവർ പാടിയത്. രാഗവിസ്താരം 3 മണിക്കൂറാണ്, 1.5 മണിക്കൂറാണ്. അപ്പോഴാണ് 3-4 മിനിറ്റ് കൊണ്ട് രാഗം വിസ്തരിച്ച് ആ രാഗത്തിന്റെ ഹൃദയാനുഭവങ്ങളെ മുഴുവൻ വൈകാരികമായി പകർന്നു നൽകി കൃതിയിലേക്ക് കയറി അതിലൂടെ സഞ്ചരിച്ച് വളരെ പെട്ടെന്ന് 15-20 മിനിറ്റ് കൊണ്ട് ഒരു കീർത്തനം അവസാനിക്കുന്നു, അടുത്തതിലേക്ക് പോകുന്നു. പുതിയ ലോകം ഉണ്ടാക്കുന്ന അനുഭവ ക്രമീകരണത്തിന്റെ പേരാണ് വാസ്തവത്തിൽ നമ്മുടെ കച്ചേരി സമ്പ്രദായം എന്നത്. ഇങ്ങനെ ഉണ്ടായതാ. അങ്ങനെയാണ് നമ്മുടെ ഭരതനാട്യം ഉണ്ടായത്. അങ്ങനെയാ. പഴയ സതിരല്ല, പുതിയ ഭരതനാട്യമാണ്. പഴയ ക്ഷേത്രജ്ഞനല്ല, പുതിയ വകേയകാരന്മാരാ. ക്ഷേത്രജ്ഞന്റെ പദം രുക്മിണി ദേവിക്ക് വേണ്ടായിരുന്നു, അരിണ്ടേൽ ഉപേക്ഷിച്ചു. കാരണം ക്ഷേത്രജ്ഞന്റെ പദങ്ങളിൽ ഉടനീളം ശൃംഗാരാണ്, രതിമുദ്രകളാണ്, സംഭോഗത്തിന്റെ വലിയ ആർത്തിരമ്പലുകളാണ് ക്ഷേത്രജ്ഞന്റെ പദങ്ങളിലുള്ളത്. അതുകൊണ്ട് ദേശീയതയുടെ കലയായിട്ട്, ദേശീയതയുടെ രംഗരൂപമായിട്ട് ഭരതനാട്യം വന്നപ്പോ ആ ഭരതനാട്യത്തിന് സംഭോഗത്തിന്റെ ആവിഷ്കാരമാകാൻ പറ്റില്ല. മറിച്ച് ആഴമേറിയ ഭക്തി, ധ്യാനം, ഇങ്ങനെ പലതും വേണം. പ്രാചീന ഭാരതത്തിന്റെ പൗരാണിക മഹിമ മുഴുവൻ നിങ്ങൾക്ക് ഈ നർത്തന വേദിയിൽ ആവിഷ്കരിക്കണമെങ്കിൽ ക്ഷേത്രജ്ഞന്റെ പദങ്ങളെ വിടണം, സതിരിന്റെ നിലകളെ വിടണം. നിങ്ങൾക്ക് പുതിയൊരു ക്രമം വേണം. ഈ ക്രമം ഉണ്ടാക്കിയെടുത്ത ആളുടെ പേരാണ് രുക്മിണി ദേവി അരുണ്ടേൽ എന്നത്. അതുകൊണ്ട് ഭരതനാട്യം ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ തുടങ്ങിയതാണെന്ന് പറയാൻ എളുപ്പമുണ്ടെങ്കിലും വാസ്തവത്തിൽ 1930 തുടങ്ങിയതാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ പറയുക പക്ഷെ നാട്യശാസ്ത്രത്തിൽ തുടങ്ങിയെന്നും ത്രിഭംഗം ആണ് ഹരപ്പയിലെ ഡാൻസിങ് ഗേളിൻ്റെത് എന്നുമാണ്. ഡാൻസിങ് ഗേൾ എന്നുള്ള പേര് തന്നെ മറ്റേ ജോൺ മാർഷൽ ഇട്ട പേരാണ് കേട്ടോ, വെറുതെ ഇട്ടതാ. ഡാൻസ് ചെയ്തിട്ടൊന്നുമല്ല, കണ്ടപ്പോ ഒരു കൗതുകത്തിന് ഡാൻസിങ് ഗേളിന് ഇട്ടു. കൂടെ കിട്ടിയ മറ്റൊരു ശില്പമുണ്ട് കേട്ടോ, അതിനിട്ടേക്കണ പേര് നമ്മൾ പറയാറേ ഇല്ല. അതിന്റെ പേര് നിപ്പൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതിന്റെ പേര് അഗ്ലി സിസ്റ്റർ എന്നാണ്. അതുകൊണ്ട് ഡാൻസിങ് ഗേൾ എന്ന് പറയുമ്പോൾ അഗ്ലി സിസ്റ്റർ എന്ന് കൂടി വേണം. നിങ്ങൾ ഇന്ത്യയുടെ കലാചരിത്രം നോക്കിയാൽ, നൃത്ത കലാചരിത്രം നോക്കിയാൽ മുഴുവൻ ഇൻവേരിയബിൾ ആയിട്ട് മുഴുവൻ കലാചരിത്രം ആരംഭിക്കുക ഹരപ്പയിലെ ഡാൻസിങ് ഗേളിൽ നിന്നാണ്. ആ ഗേള് ഡാൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിഞ്ഞുള്ളൂ. പക്ഷെ ഡാൻസിങ് ഗേളിൽ നിന്നാ തുടങ്ങ. ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കല. എന്നിട്ട് ഇപ്പൊ ദാ നിൽക്കുന്ന അലർമേൽ വള്ളിയുടെ ത്രിഭംഗവും ഈ ഡാൻസിങ് ഗേളിന്റെ ത്രിഭംഗവും ഒരുപോലെയാണെന്നും 5000 കൊല്ലമായിട്ട് ഇടമുറിയാത്തതാണ് നമ്മുടെ നൃത്ത പാരമ്പര്യം എന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് അഭിമാനം കൊള്ളും. അതൊരു മോശമല്ല കേട്ടോ, അഭിമാനം നല്ലത് തന്നെ. പക്ഷേ അഭിമാനിക്കാനുള്ള വകയുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. മനോരാജ്യത്തിൽ എന്തിന് അർദ്ധരാജ്യം എന്നത് പഴയൊരു ചൊല്ലാണ്. ലോട്ടറി അടിച്ചു സ്വപ്നം കണ്ടാൽ സെക്കൻഡ് പ്രൈസ് അടിച്ചു എന്നല്ലോ സ്വപ്നം കാണേണ്ടത്, ഫസ്റ്റ് പ്രൈസ് അടിച്ചു സ്വപ്നം കാണണം. പിന്നെ 50 കോടി അടിച്ചു എന്ന് കരുതി ഞെട്ടി എഴുന്നേറ്റ് മരിച്ചു പോകരുത്. അതിനുള്ളൊരു ബലം വേണമെന്ന് മാത്രം. ബാക്കിയൊക്കെ തിരക്കേടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നൃത്തം ഉള്ളതിന്റെ പേരല്ല, ഉണ്ടാക്കിയെടുത്ത അനുഭവമാണ്. ഉണ്ടാക്കിയെടുത്തതാണ് ഈ ത്യാഗരാജനെ, ഉണ്ടാക്കിയെടുത്തതാണ് ഈ കച്ചേരി. ആ കച്ചേരിയാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ കേട്ട് അത് നമുക്ക് വളരെ ആഴമുള്ളതാണെന്ന് തോന്നും, അഗാധമായ അനുഭൂതികൾ തരും. അങ്ങനെ അഗാധമായ അനുഭൂതികളിലൂടെ നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു തെറ്റായിട്ട് ഞാൻ പറയല്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് കല. ഗ്രാമഫോൺ റെക്കോർഡ് വന്നപ്പോഴാണ് എം എസ് സുബ്ബലക്ഷ്മി ഉണ്ടായത് എന്ന് നാം ഇന്ന് ഓർക്കാറേ ഇല്ല. LP റെക്കോർഡുകൾ വന്നു, 3.5 മിനിറ്റാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അന്നത്തെ പ്രതാപികളായ പാട്ടുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ രാഗവിസ്താരം തന്നെയുണ്ട്. അതിനിടയിൽ ഒന്ന് ഉറങ്ങിയിട്ട് വന്നാലും രാഗം അവസാനിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ്. ആനന്ദഭൈരവി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒന്നിറങ്ങി തിരിച്ചു വരുമ്പോൾ ആനന്ദഭൈരവി പിന്നെ അവസാനിച്ചിട്ടില്ല. അതാ ശരിയുടെ രീതി. അപ്പോഴാണ് LP റെക്കോർഡുകൾ 3.5 മിനിറ്റ്. അപ്പൊ ടൈഗറിനോട് ചോദിച്ചു, ഒരു സംഗീതജ്ഞനിടാവുന്ന ഏറ്റവും മോശം പേരാണ് കേട്ടോ ഇത്, ടൈഗർ വരദരാജാചാരി എന്നാണ്. ഒരു സംഗീതജ്ഞനെ അങ്ങനെ വിളിക്കാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും വലിയ പാട്ടുകാരനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ടൈഗറിനോട് ചോദിച്ചു റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ടൈഗർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പെട്ടിക്കടകളിലും ഈ ബാർബർ ഷാപ്പുകളിലും ചായപ്പീടികളിലും ഇരുന്ന് കണ്ണി കണ്ട പൊട്ടന്മാര് കേട്ട് രസിക്കേണ്ടതല്ല സംഗീതം, വിശുദ്ധ സംഗീതം എന്നായിരുന്നു ടൈഗറുടെ അഭിപ്രായം. അതുകൊണ്ട് റെക്കോർഡ് ചെയ്തില്ല. വലിയ പ്രതാപികളൊന്നും റെക്കോർഡ് ചെയ്തില്ല. ആര് റെക്കോർഡ് ചെയ്തു? അതുവരെ കച്ചേരിയിൽ ഇടം കിട്ടിയിട്ടില്ലാത്ത ദേവദാസി കുലത്തിൽപ്പെട്ട ഒരു പെണ്ണ് മദ്രാസിൽ വന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ആ പെണ്ണിന്റെ പേരാണ് എം എസ് സുബ്ബലക്ഷ്മി. 3.5 മിനിറ്റ്. വേറൊരു പെണ്ണ്, ഒരു ഗുരുവും ഇല്ലാത്തത് കൊണ്ട് എന്തും പാടാൻ ധൈര്യം ഉണ്ടായിരുന്ന മറ്റൊരു പെണ്ണ് പാടാൻ തുടങ്ങി. ആ പെണ്ണിന്റെ പേരാണ് DK പട്ടമ്മാൾ. ഗുരുത്വമില്ലായ്മയുടെ ഒരു ഗുണമാണ് കേട്ടോ.
നമ്മൾ പറയും ഗുരുത്വം വേണം എന്ന് പറയും. ഗുരുത്വം ഉണ്ടായിരുന്നെങ്കിൽ DK പട്ടാമ്മാൾക്ക് രാഗന്താനം വല്ലവി പാടാൻ പറ്റില്ല. കാരണം ഒരു ഗുരുവും സമ്മതിച്ചിട്ടില്ല. എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞത് പെണ്ണുങ്ങൾ വല്ല ആ കൊട്ട പദവും പാടിക്കൊണ്ടിരുന്നാൽ മതി, രാഗന്താനം വല്ലവി ഞങ്ങൾ പ്രതാപികളായ ആണുങ്ങൾ പാടിക്കൊള്ളാം എന്നാണ്. ഗുരു ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് പട്ടാമ്മാള് 3.5 മണിക്കൂർ രാഗന്താനം വല്ലവി പാടി. അതോടെ എല്ലാ ആണുങ്ങളും നാട് വിട്ടുപോയി. കാരണം ഒരാണിനും, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ, സുബ്ബലക്ഷ്മിക്ക് കിട്ടിയ അതേ അളവിലുള്ള അംഗീകാരം എന്തുകൊണ്ടാണ് പട്ടാമ്പാളിന് കിട്ടാതെ പോയത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു പോയാൽ, പട്ടാമ്പാളിന്റെ സ്വരസംസ്കാരത്തിന്റെ ബലിഷ്ഠത, ഏതാണിന്റെ ശബ്ദത്തെയും കീഴടക്കാൻ പോകുന്ന അതിന്റെ സൗഷ്ഠവം, അതിന്റെ പേശീബലം നമ്മുടെ ദേശീയമായ പുരുഷബോധത്തിന് സ്ത്രൈണതയുടെ മാതൃകാരൂപമായി സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുകൂടിയാണ് സുബ്ബലക്ഷ്മിയേക്കാൾ ഒരു നിലയ്ക്കും കുറഞ്ഞ പാട്ടുകാരിയല്ലാത്ത പട്ടാമ്പാൾ സുബ്ബലക്ഷ്മിയെ പോലെ ആദരിക്കപ്പെടാതെ പോയത് എന്നുകൂടി ഓർക്കണം. നാം കേട്ട പാട്ടുകളിൽ ഇങ്ങനെ ഒരു ഐഡിയോളജി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടറെ നമ്മൾ കേൾക്കാതെ ലതാ മങ്കേഷ്കറെ മാത്രം എന്തുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ, ഫെമിനൈൻ എന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു സ്വരസംസ്കാരം ഡോക്ടർക്കുണ്ട്, പട്ടാമ്പാളിനുണ്ട്. കുറച്ച് പെണ്ണിൻ്റേത് എന്ന് നാം കരുതുന്ന മസൃണത, പേലവത്വം, അതിന്റെ ലാളിത്യം, അതിന്റെ ഒരു വഴക്കം, മെരുക്കം ഈ സുബ്ബലക്ഷ്മിക്കുണ്ട്, ലതാ മങ്കേഷ്കർ. ഞാൻ ഇതിന്റെ അർത്ഥം അവർ മോശം പാട്ടുകാരാണെന്നല്ല കേട്ടോ, പട്ടാമ്പാളെ പോലെ തന്നെ വലിയ പാട്ടുകാരിയാണ്. പക്ഷെ അവരുടെ സ്വര സംസ്കാരത്തിന് ഈ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാഷണലിസ്റ്റ് ഐഡിയോളജിക്ക് ഇന്ത്യൻ സംഗീതത്തിന്റെ മാതൃകാരൂപം എന്ന് പട്ടാമ്പാളിനെ മുൻനിർത്തി പറയാൻ പ്രയാസമാണ്, നിങ്ങൾക്ക് സുബ്ബലക്ഷ്മിയെ മുൻനിർത്തി പറയാൻ എളുപ്പമാണ്. ഭരതനാട്യം ദേശീയ കലയാണ്, തെയ്യം ദേശീയ കലയാണെന്ന് പറയാൻ പറ്റില്ല, യക്ഷഗാനം ദേശീയ കലയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതോ തരത്തിലുള്ള ഒരു മണ്ണിനോട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കൈവരുന്ന ഒരു തരം പാരുഷ്യം ഈ യക്ഷഗാനത്തിലും ഈ തെയ്യത്തിലും ഒക്കെ ഉണ്ട്. അതില്ലാതാകുമ്പോഴാണ് അത് സാർവത്രിക സംഗീതമായി തീരുന്നത്, സാർവത്രിക കലയായി തീരുന്നത്. അങ്ങനെയാണ് യേശുദാസ് ഗന്ധർവ ഗായകനായത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ സ്വരത്തിന്റെ ഒരു വിശേഷം അതിന് മനുഷ്യപ്പറ്റില്ല എന്നതാണ്. മനുഷ്യപ്പറ്റില്ല എന്ന് ഞാൻ പറയുന്നത് മാനുഷികമായ പോരായ്മകളൊന്നുമില്ലാത്ത ശുദ്ധസ്വരാണ്. അങ്ങനെ ഒരു സ്വരം മനുഷ്യർക്ക് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. A.R. റഹ്മാൻ ഒരിക്കൽ പറയുന്നുണ്ട്, എ ഹ്യൂമൻ എറർ ആറ്റ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി എന്ന് പറയും. സംഗീതത്തിൽ മാനുഷികമായി വരുന്ന ഒരു ഇടർച്ച അതിന്റെ സംഗീതപരമായ ഗുണം കൂട്ടുകയാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയല്ല എന്നാണ് റഹ്മാൻ പറയുന്നത്. അങ്ങനെ ഒരു സ്വരമല്ല യേശുദാസിന്റെ. അതിനൊരു തരക്കേടുമില്ല, ഒരു പോരായ്മയില്ല, ശുദ്ധം. തേച്ചു മിനുക്കിയെടുത്ത സ്വർണ്ണതണ്ട് പോലെ ആണ് യേശുദാസിന്റെ സ്വരം. അതുകൊണ്ട് അത് നിലം തൊടില്ല. അതുകൊണ്ടാണ് ഈ ഗന്ധർവ സംഗീതം എന്ന് പറയുന്നത്. നിലത്തല്ല, ആകാശത്തിൽ ഇങ്ങനെ പാറി പാറി പോകുന്ന ഒരു ശബ്ദ സംസ്കാരം നമുക്ക് കാണാം. ഈ ശബ്ദ സംസ്കാരം ആയതുകൊണ്ടാണ് അദ്ദേഹം കേരളീയതയുടെ വലിയ പാട്ടുകാരനായത്. ബാക്കിയുള്ളവരൊക്കെ മെഹബൂബ് ഏതോ അനുഭവത്തെയാണ് പാടിയത്, ബ്രഹ്മാനന്ദൻ മറ്റേതോ അനുഭവത്തെയാണ് പാടിയത്, കമുകറ പുരുഷോത്തമൻ ഏതോ അനുഭവത്തെയാണ് പാടിയത്. യേശുദാസ് എല്ലാ അനുഭവങ്ങളെയും പാടിത്തീർത്തു. എല്ലാ അനുഭവങ്ങളെയും പാടിത്തീർത്തു എന്ന് മാത്രമല്ല, ഒരനുഭവത്തിനും അതിൻ്റേത് മാത്രമായ ഒരു ആവിഷ്കാര സ്ഥാനം ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത്, അമൂർത്തമായ ഒരു ദേശീയ ബോധത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ യേശുദാസിന്റെ സ്വരത്തിന് കഴിയും, ബ്രഹ്മാനന്ദന് പറ്റില്ല. അതുകൊണ്ട് നാം കേൾക്കുന്ന പാട്ടിൽ തന്നെയാണ് സംസ്കാര ചരിത്രം, അല്ലാതെ അതിന്റെ പ്രമേയത്തിലല്ല. നാം വായിച്ച കവിതയിൽ തന്നെയാണ് സംസ്കാര ചരിത്രം, നാം ആസ്വദിച്ച ചിത്രത്തിൽ തന്നെയാണ് സംസ്കാര ചരിത്രം, പുറത്തല്ല. രവിവർമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, രവിവർമ്മ ദൈവങ്ങളെ വരയ്ക്കുന്നു. കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നുണ്ട്, പ്രാചീനരായ ദേവീദേവന്മാരുടെ ചിത്രം വരച്ച രവിവർമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ ആധുനിക ചിത്രകാരൻ. ഇതെങ്ങനെ സാധ്യമായി? ആധുനികതയിലേക്ക് രവിവർമ്മ കൊണ്ടുവന്നത് പ്രമേയത്തെ അല്ല, ഒരു ചിത്രഭാഷയെയാണ്, ഒരു അനുഭൂതി രീതിയെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് നിലയ്ക്കെന്ന് വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന ദൈവങ്ങളൊക്കെ വിചിത്ര പ്രകൃതികളായിരുന്നു. ഇന്ത്യൻ ദൈവങ്ങളെ കുറിച്ചുള്ള പൊതുസങ്കല്പം നിങ്ങൾക്കറിയാമല്ലോ. അത് മാനുഷിക സ്വഭാവമല്ല, മാനുഷികതയുടെ വക്രീകരണമാണ്. കേസരി പറയുന്നുണ്ട്, ഡിസ്റ്റോർഷൻ ഓഫ് ദ ഹ്യൂമൻ ഫീച്ചേഴ്സ് ആണ്, എക്സാഗ്രേഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി അല്ല.
മനുഷ്യ ശരീരത്തെ പെരുപ്പിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തത്. ഇന്ത്യക്കാരാകട്ടെ സൗന്ദര്യത്തെയല്ല, മനുഷ്യ ശരീരത്തെ പെരുപ്പിച്ച് ദൈവരൂപങ്ങളെ ഉണ്ടാക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തതെങ്കിൽ മനുഷ്യരൂപത്തെ വക്രീകരിച്ചിട്ടാണ് ഇന്ത്യക്കാർ ദൈവങ്ങളെ സൃഷ്ടിച്ചത് എന്ന് കേസരി പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് 2 കണ്ണാണെങ്കിൽ ദൈവത്തിന് 3 കണ്ണാണ്, മനുഷ്യർക്ക് 2 കൈയാണെങ്കിൽ ദൈവത്തിന് 4 കൈയാണ്. കണിയാപുരം രാമേന്ദ്രൻ പണ്ടൊരിക്കൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ ദൈവങ്ങളൊക്കെ എന്തൊരു കൗതുകമുള്ള ദൈവങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞാൽ ദൈവത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് നാളെ എനിക്ക് നേരെ കേസ് വരുമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, കണിയാപുരം പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ കൃഷ്ണനെ നോക്കൂ, 16,008 ഭാര്യമാരാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ഒരു ജില്ലാ കൗൺസിൽ ഇലക്ഷൻ മത്സരിച്ചാൽ ഭാര്യമാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരാളാണ് എന്ന്.